ഇന്ന് വർത്തമാന പത്രങ്ങൾ തുറക്കുമ്പോഴും നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം കോവിഡിൻ്റേത് തന്നെയാണ്. അതിനെ നമ്മൾ എത്രത്തോളം ഗൗരവത്തോടെ പരിഗണിക്കുന്നു എന്നുള്ളത് ജനങ്ങളിൽ ഒരു ശാസ്ത്രീയ ബോധം വളർത്തിയെടുക്കാനുള്ള അവസരമായി നമ്മുടെ ഭരണസ്ഥാപനം ഇതിനെ ഉപയോഗിക്കുന്നു, അതോ നവോത്ഥാന വിരുദ്ധമായ ഒരു അന്ധവിശ്വാസത്തിൻ്റെ മറകളിലൂടെ അവർ പറഞ്ഞു തരുന്ന ഈ വിവേചനശൂന്യമായ അവാസ്തവങ്ങളെ സ്വീകരിക്കുവാൻ ജനങ്ങളെ നിർബന്ധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് ഞാൻ പറയുന്നതിന് ഒരു പ്രധാന കാരണമുണ്ട്. ഈ അടുത്ത കാലത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനം കഴിഞ്ഞു, ചതയദിനം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇന്ന് അയ്യങ്കാളിയുടെയും ഈ ചട്ടമ്പി സ്വാമികളുടെയും ജന്മദിനങ്ങൾ നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ അത് ആഘോഷിക്കുമ്പോൾ ഇതിന് മൂന്നിനും പൊതുവായ ഒരു രീതിയുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഈ അയ്യങ്കാളിയെ മഹാത്മാ അയ്യങ്കാളി എന്നൊരു ടൈറ്റിൽ കൊടുക്കേണ്ട കാര്യമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മഹാത്മാ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നവോത്ഥാന വിരുദ്ധമായ ഒരു യാഥാസ്ഥിതികമായ മഹാത്മൻ എന്നൊക്കെ പറയുന്ന ആത്മൻ, മഹാത്മൻ എന്നൊക്കെ പറയുന്നത് ഒരു നവോത്ഥാന വിരുദ്ധമായ ഒരു പഴയ വൈദിക പ്രമാണത്തിൻ്റെ സംജ്ഞയാണ്. അപ്പോൾ അതിൻ്റെ പീഡനം അനുഭവിച്ച് അതിനെതിരെ പോരാടിയ ഒരാളെ മഹാത്മനെന്ന് വിളിച്ച് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ അതുമായിട്ട് കൂട്ടിക്കുഴച്ച് അദ്ദേഹത്തെ ഒരു തരം ബ്രാഹ്മണ്യവൽക്കരിക്കുന്ന തരത്തിലൊരു ടൈറ്റിലുകൊണ്ട് അദ്ദേഹത്തെ അങ്ങനെ അധിക്ഷേപിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം കൃത്യമായിട്ട് ഈ മഹാത്മൻ എന്ന് പറയുന്ന അർത്ഥരഹിതമായ പദത്തിൽ നിന്ന് വളരെയധികം ഉയർന്നു നിൽക്കുന്ന ഒരു മാനുഷിക വ്യക്തിത്വമാണ്. ഇപ്പോൾ മഹാത്മാഗാന്ധി എന്ന് നമ്മൾ വിളിക്കുന്നു, ഒരാൾ അദ്ദേഹത്തെ മഹാത്മാവെന്ന് വിളിച്ചു. അത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുന്ന ഒരു ടൈറ്റിലായതുകൊണ്ട് സാധാരണഗതിയിൽ ആ വിവേകശാലിയായ ഒരാൾ പെട്ടെന്ന് ഒരാളെ കയറി മഹാത്മൻ എന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് അത് തന്നെ അങ്ങനെ വിളിക്കുന്നതെന്നൊക്കെ ആലോചിക്കും. അദ്ദേഹത്തിന് അത് സ്വീകാര്യമായിട്ട് തോന്നും. ഇതിപ്പോൾ മരിച്ചുപോയ ഒരാൾ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ആരും അദ്ദേഹത്തെ മഹാത്മൻ എന്ന് വിളിച്ചിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ടൈറ്റിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. അതായത് ഈ വേദാധികാര നിരൂപണം നടത്തിയ ചട്ടമ്പി സ്വാമി അദ്ദേഹത്തിൻ്റെ അടുത്തിരിപ്പുണ്ട്. അപ്പോൾ ഈ ചട്ടമ്പിയുടെ പേര്, യഥാർത്ഥ പേര് പോലും നമ്മൾ പരിഗണിക്കുന്നില്ല, ചട്ടമ്പി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ചട്ടമ്പി എന്ന് പറയുന്നത് വളരെ പച്ച മലയാളത്തിൽ വരുന്ന ഒരു ടൈറ്റിലാണ്. അതിപ്പോൾ ഒരു അധ്യാപകൻ്റെ അല്ലെങ്കിൽ ആ തരത്തിൽ ഒരു ടീച്ചർ എന്നുള്ളതിൻ്റെ ഏറ്റവും ഈ പ്രാകൃത മലയാള രൂപമാണ് ചട്ടമ്പി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ ചട്ടമ്പി എന്ന് വിളിക്കുകയും മറ്റേ ആളുടെ മഹാത്മൻ എന്ന് വിളിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ആ ഭാഷാന്തരം വളരെ പ്രധാനമാണ്. അതായത് ഇവർ രണ്ടുപേരും ഒരേ ഭാഷയിൽ സംസാരിക്കാൻ ആഗ്രഹിച്ചവരും ഒരേ കർമ്മയോഗത്തിൻ്റെ വക്താക്കളുമായത്. ഒരാൾ പൂർണ്ണമായ ഒരു കർമ്മയോഗിയായിരുന്നു, മറ്റേയാൾ ഒരു ജ്ഞാനയോഗത്തിൻ്റെ പദത്തിൽ നിന്നുകൊണ്ട് തന്നെ എന്താണ് കർമ്മത്തിൻ്റെ പാത എന്ന് വിളിച്ച് പറഞ്ഞ ആളാണ്. വളരെ ധീരമായിട്ട് വിളിച്ച് പറഞ്ഞ ആളാണ് ചട്ടമ്പി സ്വാമി എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മൾ നവോത്ഥാന നായകരായിട്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ അതിപ്പോൾ ഇന്ന് വലിയ പ്രമാണിമാർ അല്ലാത്തവരും പ്രമാണികളല്ലാത്ത സാധാരണക്കാരും അവരെപ്പറ്റി അനുസ്മരണം എഴുതിയിട്ടുണ്ട്. ശശികുറുപ്പിൻ്റെ ഒരു നല്ല റൈറ്റപ്പ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റേ ചെറായി രാമദാസിൻ്റെ ഒരു റൈറ്റപ്പ് ഉണ്ട്. അപ്പോൾ ആ തരത്തിൽ അവർ വളരെ കൃത്യമായിട്ട് സാധാരണക്കാർക്ക് ഉൾക്കൊള്ളുന്ന തരത്തിൽ ഇവരെ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റേതിൽ എഴുതുമ്പോഴത്തേക്ക് അങ്ങനെ അല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവരുടെ ഒരു ചരിത്രപരമായ സാങ്കത്യം എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്ക് ഒരു വേദാധികാര നിരൂപണം നടത്തുകയും അല്ലെങ്കിൽ വേദപ്രമാണങ്ങൾക്കെതിരെ ഒരു പ്രായോഗിക സമരം നയിക്കുകയും ചെയ്ത രണ്ട് പേര്. എന്താണ് ഈ വേദാധികാരം എന്ന് പറയുന്നത്? വേദം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ മതാധിഷ്ഠിതമായ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിന് ആധാരമായിട്ടുള്ള പ്രമാണ സംഹിതയാണ്. ആ പ്രമാണ സംഹിതയുടെ മാമൂലുകളെ ധിക്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു വൈദിക സംസ്കാരത്തിനെതിരെയാണ് ഇരുവരും പ്രതികരിച്ചിരിക്കുന്നത്. അത് ഇസ്ലാമിക വൈദികതയാകാം, അത് ക്രിസ്തീയ വൈദികതയാകാം, അത്
ഈ ഹൈന്ദവ അല്ലെങ്കിൽ ബ്രാഹ്മണ്യ വൈദികതയാകാം. എല്ലാവിധം വൈദിക തത്വശാസ്ത്രങ്ങൾക്കും എതിരെയുള്ള അല്ലെങ്കിൽ പൗരോഹിത്യ തത്വശാസ്ത്രങ്ങൾക്കും എതിരെയുള്ള ഒരു നീക്കമായിരുന്നു നവോത്ഥാനം എന്നുള്ള രീതിയിൽ, അതായത് നവോത്ഥാനത്തെ നമ്മൾ നിർവചിക്കുമ്പോൾ അവർ കൃത്യമായ നവോത്ഥാനത്തിൻ്റെ നായകന്മാരാണ്. നവോത്ഥാനത്തെ നമ്മൾ നിർവചിക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞില്ലേ, ഈ വൈദിക പ്രമാണങ്ങൾക്കെതിരെ അല്ലെങ്കിൽ വൈദിക നീതിശാസ്ത്രങ്ങൾക്കെതിരെ, വൈദിക സാമൂഹ്യാനുഷ്ഠാനങ്ങൾക്കെതിരെ, വൈദിക സാമൂഹ്യ അധികാര ശക്തിക്കെതിരെ, ഏറ്റവും ഒടുവിൽ അതൊരു അധികാര വ്യവസ്ഥയാണ്. വൈദിക ആ പ്രമാണങ്ങളാൽ അധിഷ്ഠിതമായ ഒരു അധികാര വ്യവസ്ഥയുണ്ട്. ആ അധികാര വ്യവസ്ഥ നിർദ്ദയമായി മനുഷ്യനെ പീഡിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെതിരെ സമരം ചെയ്തവരാണ്. അതുകൊണ്ട് ഇതൊരു വൈദികാധിപത്യ വിരുദ്ധമായ നവോത്ഥാന രാഷ്ട്രീയ സമരമാണ്. അത് ഒരു സ്വാതന്ത്ര്യ സമരം കൂടിയാണ്. സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് യഥാർത്ഥ സ്വാതന്ത്ര്യ സമരം അതാണ്. അതായത് നിങ്ങൾക്ക് ഒരുപാട് നിബന്ധനകൾ, ജീവിതത്തിന് ഒരുപാട് നിബന്ധനകൾ രൂപപ്പെടുത്തിക്കൊണ്ട്, നിങ്ങൾക്ക് ഒരു കോവിഡ് പ്രോട്ടോക്കോൾ രൂപപ്പെടുന്നത് പോലെ നിങ്ങളൊക്കെ രോഗബാധിതരാണ്. ഒരു സമൂഹത്തിൽപ്പെട്ട ഒരു പ്രത്യേക വിഭാഗം പല തരത്തിലും നമുക്ക് അടുക്കാൻ കഴിയാത്ത രീതിയിൽ ദുർഗന്ധം വമിക്കുന്ന രോഗബാധിതമായ ഒരു സമൂഹമാണ് എന്നുള്ള രീതിയിൽ അവരെ അന്യവൽക്കരിക്കുമ്പോൾ അതിനെതിരെ ഒരു നീക്കം നടത്തി അവരെ ജീവിതത്തിൻ്റെ വെളിച്ചപ്പറമ്പിലേക്ക് ക്ഷണിക്കുന്ന അല്ലെങ്കിൽ അവരെ നയിച്ചു കൊണ്ടുപോകുന്ന എഴുത്തിൻ്റെയും കർമ്മത്തിൻ്റെയും വഴികളാണ് ഇവർ. അതാണ് അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ അവർ എവിടെയാണ് വിളിക്കുന്നത്? കുറേ പേർ ചങ്ങലയ്ക്കുള്ളിൽ ആണ്. കുറേ പേർക്ക് പൊതുജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അവകാശമില്ല. പൊതു ഇടങ്ങളില്ല. ക്ഷേത്രങ്ങൾ പൊതു ഇടങ്ങളായിരുന്നു. പൊതു ഇടങ്ങളില്ല, പൊതുജീവിതത്തിൻ്റെ സ്ഥലങ്ങളില്ല, അല്ലെങ്കിൽ പൊതുജീവിതത്തിൻ്റെ ഉപജീവന ഉപാധികളില്ല. ഇതൊന്നും ഇല്ലാത്തവർക്ക് അതെല്ലാം അവരുടെ കയ്യിൽ പിടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ പണി ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ അവകാശം മറ്റാരെ പോലും ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ തുടക്കമാണ്. അതുകൊണ്ട് അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മൗലികമായിട്ടുള്ള മനുഷ്യൻ്റെ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്ന ഇവിടെ നിന്നാണ്. ഈ സമരം പിന്നെ ഒരു ദേശീയ തലത്തിലുള്ള ദേശീയ സ്വാതന്ത്ര്യ സമരമായിട്ടൊക്കെ രൂപപ്പെട്ട് വലിയ സമരങ്ങളായിട്ട് മാറിയിട്ടുണ്ട്, രാഷ്ട്രീയ സമരങ്ങളായിട്ട് മാറിയിട്ടുണ്ട്, പ്രത്യയശാസ്ത്രാധിഷ്ഠിതമായിട്ടുള്ള സമരങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സങ്കല്പനം, മനുഷ്യനും തുല്യനാണ് എന്ന് പറയുന്നിടത്ത് ഒരാൾ മറ്റൊരാളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി എഴുതിയുണ്ടാക്കിയിട്ടുള്ള ധർമ്മശാസ്ത്രത്തെ വലിച്ചു കീറി എറിഞ്ഞുകൊണ്ട് ഇതാ മനുഷ്യൻ എന്ന് പറയുന്നിടത്ത് നമുക്ക് ചട്ടമ്പി സ്വാമിയെ, ഈ അയ്യങ്കാളിയെ ഒരിക്കലും വിസ്മരിക്കാനാകില്ല. അയ്യങ്കാളി എന്തായിരുന്നു എന്ന് ആ കാലഘട്ടത്തിൽ പറഞ്ഞില്ലേ, പുലയ സമുദായത്തിൽപ്പെട്ട ഒരാൾ പൊതുനിരത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇതാ ഞാൻ എന്ന് വിളിച്ചു പറയുമ്പോൾ അവിടുത്തെ അധികാര വ്യവസ്ഥ ഞെട്ടുകയായിരുന്നു. അതാണ് അയ്യങ്കാളിയുടെ പ്രാധാന്യം. അതുപോലെ ചട്ടമ്പി ഒരു ഭാഗത്തു നിന്ന് ഇതൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇത് ആർക്കും സഹിക്കാവുന്ന കാര്യങ്ങളായിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം. അതുപോലെ ചട്ടമ്പിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചട്ടമ്പി ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഡിഫൻഡർ അല്ലായിരുന്നു. അദ്ദേഹം ഈ വേദാധികാര വ്യവസ്ഥയെ നിഷേധിക്കുമ്പോൾ തന്നെ ഈ ക്രിസ്തീയ അതിന് ഒരു ബദൽ പോലെ വരുന്ന ക്രിസ്തു മതത്തിന് അതിൻ്റേതായ അന്യായങ്ങളും അനീതികളുടേതുമായ ഒരുപാട് അപകടങ്ങളുണ്ട് എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നവോത്ഥാനം എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രിട്ടീഷുകാരിവിടെ കൊണ്ടുവന്ന എന്തോ ഏർപ്പാടാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ അയ്യങ്കാളിയെയും ഈ ചട്ടമ്പിയെയും അല്ലെങ്കിൽ കുമാരഗുരുവിനെയും അല്ലെങ്കിൽ പൊയ്കை യോഹന്നാൻ വരെയുള്ള ആൾക്കാരുണ്ട് നമ്മുടെ മുമ്പിൽ. അപ്പോൾ അവരെ എല്ലാം നിങ്ങൾ തിരസ്കരിക്കുകയാണ്. ഇത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന എന്തോ ഇതാണ്. ബ്രിട്ടീഷുകാർ വന്നപ്പോഴത്തേക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്, അത് സ്വാഭാവികമാണ്. ഒരു പുതിയ ഭരണ സംവിധാനം വരുമ്പോൾ അവർ കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ പരിഷ്കാരങ്ങൾ ഇവിടുത്തെ യാഥാസ്ഥിതികമായിട്ടുള്ള വേദപ്രമാണങ്ങൾ ഇല്ലാതാക്കുന്നതിൽ സഹായകമായിട്ടുണ്ട്. അത് അതിൻ്റെ കൂട്ടത്തിൽ ഇറ്റ് ഈസ് നോട്ട് ഈവൻ എ കാറ്റലിസ്റ്റ്. അതൊരു കാറ്റലിസ്റ്റ് പോലുമല്ല. അതൊരു പരിസരപരമായ ഒരു പ്രാധാന്യം മാത്രമേ ബ്രിട്ടീഷ് ഭരണത്തിന് ഹിന്ദു മതത്തിനുള്ളൂ. അവരും മത കൺവേർഷന് വേണ്ടി നിന്നവരാണ്. ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. മതാധിഷ്ഠിതമായ ഒരു ജീവിത വീക്ഷണത്തെ മതാധിഷ്ഠിതം എന്നതിനേക്കാളേറെ പൗരോഹിത്യ സമുദായം അവരുടെ താല്പര്യത്തിനനുസരിച്ച് രൂപപ്പെടുത്തിക്കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ വീക്ഷണത്തെ, രാഷ്ട്രീയ
പാരതന്ത്ര്യത്തിൻ്റെ അവസ്ഥയെ, അതൊരു സമ്പൂർണമായ സാമൂഹികവും രാഷ്ട്രീയവുമായ പാരതന്ത്ര്യത്തിൻ്റെ നിർദ്ദേശങ്ങളായിരുന്നു. അതിനെതിരെയുള്ള പോരാട്ടം എന്നുള്ള രീതിയിൽ അതിൻ്റെ ആ രാഷ്ട്രീയം എന്താണ് എന്ന് ഇപ്പോഴും പുറത്ത് ഉറക്കെ വിളിച്ചു പറയുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ പരാധീനത ഈ ലേഖനങ്ങളിലൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഒരു പണ്ഡിതൻ ചട്ടമ്പി സ്വാമിയെക്കുറിച്ച് എഴുതുമ്പോൾ ചട്ടമ്പി സ്വാമിയുടെ അന്തസത്ത എന്ന് പറയുന്നത് ഒരു വലിയ നിഷേധമാണ്. അദ്ദേഹം ഒരു വലിയ നിഷേധിയാണ്. ആ നിഷേധത്തിൻ്റെ തീവ്രത മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം ഈ ഭാഷയിൽ അദ്ദേഹം ഇങ്ങനെ ചെയ്തു, ഇത്ര വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി എന്നൊക്കെ പറയുന്നിട്ടൊന്നും അർത്ഥമില്ല. അദ്ദേഹം സമൂഹത്തിലുണ്ടാക്കിയ ചലനം. ഇപ്പോൾ അയ്യങ്കാളിയെപ്പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് അത്രയും വലിയ അവ്യക്തതകളില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെത് ഈ പറഞ്ഞതുപോലെ ഒരു ജ്ഞാനപ്രഭാഷണത്തിൻ്റെ ഒരു ലെവലിൽ നിന്നുകൊണ്ട് അതിനേക്കാളും കുറേ കൂടി സുതാര്യമായ ഒരു കർമ്മയോഗത്തിൻ്റെ അവസ്ഥയിലാണ് അദ്ദേഹം നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം നമുക്ക് കുറേ കൂടി വെളിച്ചത്തിൽ നിന്ന് അദ്ദേഹത്തെ കാണാൻ പറ്റും. എന്നാലും അദ്ദേഹത്തെ പറഞ്ഞില്ലേ, ഒരാളെ നമ്മൾ മഹാനാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അപ്ഗ്രേഡ് ചെയ്ത് ബ്രാഹ്മണനോ മഹാത്മാവോ ആക്കി തീർക്കുകയല്ല അതിൻ്റെ രീതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, നവോത്ഥാനം നമ്മൾ എവിടെ നിന്ന് ആരംഭിക്കണം, നവോത്ഥാന ചിന്ത നമ്മൾ എവിടെ നിന്ന് ആരംഭിക്കുന്നു, നവോത്ഥാനത്തിൻ്റെ അർത്ഥം നമ്മൾ എവിടെ നിന്നാണ് കണ്ടെത്തേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രധാനപ്പെട്ട ചില പേരുകളാണിത്. ഈ പേരുകൾ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ വികാരമാണ്. ഒരു വ്യക്തി എന്നതിനേക്കാളേറെ അവരൊരു കാലമാണ്. അതായത് ചോദ്യം ചെയ്യുന്ന മനുഷ്യൻ്റെ ഒരു ആത്മാവിൻ്റെ പ്രതികരണമായിട്ടാണ് അവർ ചരിത്രത്തിൽ രൂപപ്പെടുന്നത്. പിന്നെ അത് ശ്രീനാരായണ പ്രസ്ഥാനമായിട്ട് വളരുന്നു. അതിൻ്റെ ഒരു കൾമിനേഷൻ പോയിൻ്റാണ് ശ്രീനാരായണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അവിടെയും ഈ പറയുന്ന ചട്ടമ്പി സ്വാമിയോ ഈ പറയുന്ന അയ്യങ്കാളിയോ നാരായണ ഗുരു നേതൃത്വപരമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഒരു മുഴുവൻ ജനതയുടെയും സ്വാതന്ത്ര്യ അഭിലാഷത്തിൻ്റെ ശബ്ദമായിട്ട് നവോത്ഥാന പ്രസ്ഥാനം ഇങ്ങനെ വികസിച്ച് വരികയും അതിൻ്റെ രാഷ്ട്രീയം അങ്ങനെ സമ്പുഷ്ടമായി തീരുകയും അത് അവസാനം ഒരു വലിയ ഉണർവിൻ്റെ കാലമായി തീരുകയും ചെയ്യുന്നുണ്ട്. ആ ഉണർവ് എല്ലാത്തരം ആധിപത്യ വ്യവസ്ഥകളെയും നിഷേധിച്ചു. മനുഷ്യന് രാഷ്ട്രീയ സ്വാതന്ത്ര്യം നൽകാത്ത, സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകാത്ത, സാമൂഹ്യ സ്വാതന്ത്ര്യം നൽകാത്ത, അങ്ങനെ പലതരത്തിലുമുള്ള പാരതന്ത്ര്യങ്ങളുണ്ട്. ഈ എല്ലാ പാരതന്ത്ര്യത്തിൻ്റെ തലങ്ങളെയും നിഷേധിക്കുന്ന ഒരു സ്വാതന്ത്ര്യവാദ രാഷ്ട്രീയത്തിൻ്റെ പതാകയാണ് ഇവരൊക്കെ മുന്നോട്ട് വഹിച്ചു കൊണ്ടുപോയത് എന്നുള്ള രീതിയിലുള്ള വളരെ വ്യക്തമായ ഒരു വിലയിരുത്തൽ ഇനിയും വേണ്ടിയിരിക്കുന്നു. അതായത് അത് മതത്തിൻ്റെ ന്യായശാസ്ത്രത്തിന് വിരുദ്ധമായ, പൗരോഹിത്യത്തിൻ്റെ ന്യായശാസ്ത്രത്തിന് വിരുദ്ധമായ ഒരു സ്വാതന്ത്ര്യവാദത്തിൻ്റെ നിലപാടാണ് ഇവർ മുന്നോട്ട് കൊണ്ടുവന്നതെന്നും സ്വാതന്ത്ര്യം ഇതാണ് എന്ന് മലയാളിയോട് പറഞ്ഞത് ഇവരാണെന്നും അതുകൊണ്ട് വരുന്ന സ്വാതന്ത്ര്യങ്ങളൊക്കെ, പിന്നീട് വരുന്ന സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ പിന്തുടർച്ചകളാണ് എന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് സ്പീക്കർ ഇന്നും വേറൊരു അബദ്ധം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞു കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് മതാധിഷ്ഠിത രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനകീയ രാഷ്ട്രീയത്തിന് എതിരാണ്. ഇപ്പോൾ മതാധിഷ്ഠിത രാഷ്ട്രീയം എന്ന് പറയുന്നത് സെക്കുലറിസത്തിൻ്റെ നേരെ വിപരീതമാണ്. രാഷ്ട്രീയത്തിൽ മതം കടന്നു വരാൻ പാടില്ല എന്നുള്ളതാണ്. അത് പറഞ്ഞില്ല, അത് ഇതിനൊക്കെ ഈ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മൾ പറയുന്ന അയ്യങ്കാളിയുടെയോ ചട്ടമ്പിയുടെയോ ശ്രീനാരായണ ഗുരുവിൻ്റെയോ ഈ മറ്റുള്ള അവരുടെയൊക്കെ ആ കാലം ഒക്കെ കഴിഞ്ഞതിന് ശേഷം രാഷ്ട്രീയം എന്ന് പറയുന്ന രാഷ്ട്രീയ അധികാരത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം വരുമ്പോൾ മതം ഇത്രയും കാലം അധികാരത്തെ നിർണ്ണയിക്കുന്ന ഒരു ശക്തിയായിരുന്നു. മതശാസനകളാണ്, പൗരോഹിത്യ ശാസനകളാണ് അധികാരത്തെ നിർണ്ണയിച്ചിരുന്നത്. അതുതന്നെയാണ് ഇപ്പോഴും ശബരിമലയിലെ അധികാരത്തെ നിർണ്ണയിക്കുന്നത്. ശബരിമലയിൽ ആര് തന്ത്രിയാണെന്ന് നിർണ്ണയിക്കുന്നത് ആരാണ്? ജനാധിപത്യമാണോ നിർണ്ണയിക്കുന്നത്? ഇവിടെ കുറേ പേരൊക്കെ ദേവസ്വം ബോർഡിലൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട് പോയിട്ടുണ്ട്. അങ്ങനെ കുറേ അധികാരികളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആ പഴയ അതിൻ്റെ ഒരു പാതി അവിടെ വളരെ കൃത്യമായിട്ടുണ്ട്. ഏതോ ഒരു കൊട്ടാരത്തിലെ ഒരു രാജാവും പിന്നെ ഏതോ ഒരു കുടുംബത്തിലെ തന്ത്രിയും കൂടെ ചേർന്നാണ് നടത്തും. അത് മിക്കവാറും മതകാര്യമാണ്. അപ്പോൾ ആ മതകാര്യങ്ങൾ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെടുത്തരുത് എന്നുള്ളതാണ്. അപ്പോൾ മതത്തിൻ്റേതായ ഒരു ഇടമുണ്ട്, അതൊരു സ്വകാര്യ ജീവിതത്തിൻ്റെ ഇടമാണെന്നും അത് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കരുത് എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇത് അങ്ങനെ മതം രാഷ്ട്രീയത്തിൻ്റെ
ആ രംഗത്ത് നിന്ന്, രാഷ്ട്രീയ അധികാര നിർണയത്തിൻ്റെ രംഗത്ത് നിന്ന് ഒഴിവാക്കപ്പെടണം എന്ന് പറയുന്ന ആ നിലപാടിനെ അംഗീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇടതുപക്ഷമെന്ന് അയാൾ തന്നെ വിശ്വസിക്കുന്നു. അയാളൊരു ഇടതുപക്ഷക്കാരനാണെന്ന് വിശ്വസിക്കുന്നു. അയാൾ എങ്ങനെയാണ് ഈ മലബാർ കലാപത്തെ ന്യായീകരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്ങനെയാണ് മലബാർ കലാപം മതാധിഷ്ഠിതമല്ലാതായിത്തീരുന്നത്? അതിൻ്റെ തകരാറ്, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തകരാറ് അത് മതാധിഷ്ഠിതമാണെന്നുള്ളതാണ്. അത് ഖിലാഫത്തിൻ്റെ തുടർച്ചയായിരുന്നു എന്നുള്ളതാണ്. ഖിലാഫത്ത് ഒരു മതാത്മകമായ ഒരു യാഥാസ്ഥിതിക മതപ്രസ്ഥാനമായിരുന്നു. പ്രോഗ്രസീവ് മുസ്ലിംസിന് പോലും സഹിക്കാൻ കഴിയാത്ത ഒരു യാഥാസ്ഥിതികമായിട്ടുള്ള, ഇന്നത്തെ താലിബാൻ്റെയോ IS-ൻ്റെയോ കുറേ കൂടെ മിതവാദപരമായ ഒരു രൂപമായിരുന്നു. അതിൻ്റേതായ അക്രമത്തിൻ്റെയും ഹിംസയുടെയും മാർഗം എല്ലായിടവും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അക്രമത്തിൻ്റെയും ഹിംസയുടെയും മാർഗത്തെ ഞാൻ തള്ളിപ്പറയുകയല്ല, അത് മതാധിഷ്ഠിതമായിരുന്നു. മതാധിഷ്ഠിതമായതുകൊണ്ട് മാത്രമാണ് അത് മലബാറിൽ വരുമ്പോഴേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ മുസ്ലിം ലീഗും ഒന്നുചേർന്നുള്ളൊരു സംരംഭം എന്നുള്ള നിലയിൽ നിന്ന് ഹിന്ദുക്കൾ സൈഡ് ലൈൻ ചെയ്യപ്പെടുകയും എന്നിട്ട് അത് ഇസ്ലാമിൻ്റെ ഒരു ലഹളയായിട്ട് മാറുകയും അതിനെ മാപ്പിള ലഹള എന്ന് വിളിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് അത് നവോത്ഥാന വിരുദ്ധമായ ഒരു അംശം അതിൻ്റെ ഉള്ളിലുണ്ട്. അതിലൊരു പ്രതിവിപ്ലവാത്മകതയുണ്ട്. ഈ പറയുന്ന മലബാർ കലാപത്തിൽ ഒരു പ്രതിവിപ്ലവാത്മകതയുണ്ട്. അതിൽ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെക്കാളേറെ മതവിശ്വാസത്തിൻ്റെ, ഖലീഫയുടെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു അതിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്നുള്ളത് കൊണ്ട് മതവികാരത്തിന് തീപിടിക്കുമ്പോൾ നിങ്ങൾ ഹിംസാത്മകമായ മാർഗത്തിലൂടെ കാണുന്നതും കേൾക്കുന്നതും എല്ലാം നശിപ്പിക്കുകയും ആത്മഹത്യാപരമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അത് ഒരു വലിയ വിപ്ലവമായിരുന്നില്ല. അതിൻ്റെ ശത്രുപക്ഷത്ത് ബ്രിട്ടീഷുകാർ നിലനിന്നിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അത് മതാധിഷ്ഠിതമായ ഒരു വിപ്ലവം അല്ലാതായി തീരുന്നില്ല. അതൊരു പ്രതിവിപ്ലവമായിരുന്നു. നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ഒരു ചരിത്രവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മളതിനെ കാണിക്കുകയാണ്. ഇപ്പോൾ 1921 മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരുവും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ തരത്തിൽ നവോത്ഥാനത്തിൻ്റേതായിട്ടുള്ള ഒരു പ്രേരണ നമ്മുടെ ചരിത്രത്തിലുണ്ട്. ജാതി മതങ്ങൾക്ക് അതീതമായ ഒരു ഐക്യബോധത്തിൻ്റേതായ പ്രേരണ നമ്മുടെ സമൂഹത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 1924 കുമാരനാശാൻ മരിക്കുന്നത്. 1921 മലബാർ കലാപം നടക്കുന്നത്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴാണ് നടക്കുന്നത്. അപ്പോൾ ആശാൻ്റെ പ്രസ്ഥാനവും ശ്രീനാരായണ പ്രസ്ഥാനവും അതിന് മുമ്പുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളുമൊക്കെ കൊണ്ടുവന്ന ഒരു കൊടിയടയാളമുണ്ട്. അത് ഏതെങ്കിലും ഒരു മതത്തിലൂടെയാണ് മോക്ഷം എന്നുള്ളതല്ല. ആ തരത്തിൽ മതാധിഷ്ഠിതമായ ഒരു പാരതന്ത്ര്യത്തിൻ്റെ അവസ്ഥയിലാണ് ഞാൻ കഴിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനു ഭാരതധരെ കരയുന്നു പാരതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമാണതായി ചിന്തിക്ക ജാതി മതിരാന്തരടിച്ച് തമ്മിൽ അന്തപ്പെടും തനയര് എന്തിനേ സ്വരാജ്യമെന്ന് ആശാനും ചോദിച്ചു, മഹാത്മാഗാന്ധിയും ചോദിച്ചു എന്തിനേ സ്വരാജ്യമെന്ന്. 1929 മഹാത്മാഗാന്ധിയും ചോദിച്ചു എന്തിനേ സ്വരാജ്യം. അത് വേറൊരു കാരണം കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് ഡൊമിനിയൻ സ്റ്റാറ്റസ് മതി. നമ്മൾ ഇത്രയും കാലം സംരക്ഷിച്ചു പോന്നിരുന്ന ആ ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിന് അതിൻ്റേതായ ഒരു അധികാരം, ഒരു കമാൻഡ് നമ്മുടെ ജീവിതത്തിന് മേലെ വേണം. അതാണ് എന്തിനേ സ്വരാജ്യം എന്ന് ഗാന്ധിജി പറഞ്ഞ. മറ്റേതല്ല പറഞ്ഞത്. നരന് അശുദ്ധ വസ്തു പോലും ധരയിൽ നടപ്പത് തീണ്ടലാണ് പോലും. തീണ്ടലെന്ന് വെച്ചാൽ സോഷ്യൽ ഡിസ്റ്റൻസിനെയാണ് തീണ്ടലെന്ന് പറയുന്നത്. തീണ്ടലാണ് പോലും നരകമിവിടെയാണ് ഹന്തകഷ്ടം ഹര ഹര ഇങ്ങനെ വല്ല നാടുമുണ്ടോ എന്ന് ഒരാൾ എഴുതുമ്പോൾ അത് സ്വാതന്ത്ര്യത്തിൻ്റെ നിലവിളിയാണ് നമ്മളിവിടെ കേൾക്കുന്നത്. അവിടെയാണ് നവോത്ഥാനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്. അവിടെയാണ് മതാത്മകമായ വേദപ്രമാണങ്ങളുടെ നിഷേധം കേൾക്കുന്നത്. അതിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ടും ഒരാൾ എന്തിനേ സ്വരാജ്യം എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പതാകവാഹകനും അതിൻ്റെ അനിഷേധ്യ നായകനുമായ മഹാത്മജിയും ചോദിക്കുന്നുണ്ട് എന്തിനേ സ്വരാജ്യം. നമ്മളെ കുറേ കാലം കൂടി അവരുടെ ഒരു സാമന്ത രാജ്യമായിട്ട് കൊണ്ട് നടക്കുന്നതല്ലേ ഭംഗി എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ തരം വൈരുദ്ധ്യങ്ങൾ നമ്മുടെ 1928-ലും 27-ലും കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ പൂർണ്ണ സ്വരാജ്യ പ്രമേയത്തെ പരാജയപ്പെടുത്തിയ മനുഷ്യനാണ് ചോദിച്ചത് എന്തിനേ സ്വരാജ്യം. പൂർണ്ണ സ്വരാജ്യത്തിന് വേണ്ടിയുള്ള പ്രമേയത്തിന് എതിരെ ചോദിച്ച ചോദ്യം അതാണ്, എന്തിനേ സ്വരാജ്യം.
ആ സ്വരാജ്യം രണ്ടുപേര് രണ്ട് തരത്തിൽ ചോദിക്കുന്നുണ്ട്, രണ്ട് കാരണങ്ങൾ കൊണ്ട്. ഒരു കാരണം മനുഷ്യ സ്വാതന്ത്ര്യത്തെ ഇത് തകർക്കുന്നു എന്നുള്ളത് കൊണ്ട്. ഈ സ്വരാജ്യം എന്ന് പറയുന്നതിൽ മനുഷ്യൻ പൂർണ്ണനായും സ്വതന്ത്രനാകുന്നില്ല. അതായത് ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് അവിടെ ഉണ്ടായിരിക്കുന്നു. വായും മൂക്കും മൂടിക്കെട്ടാതെ നിങ്ങൾക്ക് നടക്കാൻ കഴിയുന്നില്ല. അതെന്ത് സ്വരാജ്യമാണ് എന്നാണ് ഒരാൾ ചോദിക്കുന്നത്. അതല്ല, നമ്മുടെ മുകളിൽ ഒരാൾ അവിടെ ഇരിക്കട്ടെ, അത് ഒരു കള്ളത്തടി വെട്ടുകാരനാകട്ടെ, ഒരു കള്ളക്കടത്തുകാരനാകട്ടെ, അത് പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചരിത്രം വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇവിടെ വരുന്ന അഞ്ചുതെങ്ങ് കോട്ടയിലൊക്കെ വരുന്ന ഗിഫോർഡ് എന്നൊക്കെ പറയുന്ന പണ്ട് കാലത്ത് കടൽക്കൊള്ളക്കാരായിരുന്നു. സമർത്ഥന്മാരായ കടൽക്കൊള്ളക്കാരിൽ നിന്ന് റിക്രൂട്ട് ചെയ്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ആളുകളെ കണ്ടെത്തുന്നത്. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മളെ ഭരിക്കാൻ വരുമ്പോൾ കടൽക്കൊള്ളക്കാരാണ് നമ്മളെ ഭരിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കൊള്ളക്കാരും കള്ളന്മാരും കള്ളപ്പണക്കാരും നമ്മളെ ഭരിക്കുന്നു, അല്ലെങ്കിൽ കള്ളപ്പണക്കാരും നമ്മുടെ സമൂഹത്തെ ഭരിക്കുന്നു എന്നുള്ളത് അതിശയോക്തിപരമായൊരു കാര്യമല്ല. പണത്തിൻ്റെ കാലത്ത്, മോണിറ്ററി ക്യാപിറ്റലിസത്തിൻ്റെ കാലത്ത്, ഫിനാൻസ് ക്യാപിറ്റലിസത്തിൻ്റെ കാലത്ത്, ഫിനാൻസ് കൊളോണിയലിസത്തിൻ്റെ കാലത്ത് നമ്മൾ കോളനൈസ് ചെയ്യപ്പെടുന്നു, നമ്മളൊരു കോളനിയായി തീരുന്നു. ഒരുപാട് കാശ് കടം കൊടുക്കാനുള്ള ഒരു ചില കേന്ദ്രങ്ങളുടെ ഒരു കോളനിയായിട്ട് തീരുന്നു. നമ്മൾ തല കുനിച്ച് നിൽക്കുന്നു. അതൊരു തരം അടിമത്തമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭരിക്കുന്ന നമ്മുടെ തലയ്ക്ക് മീതെ ഒരു ഭരണകർത്താവ് വരുമ്പോൾ ആ ഭരണകർത്താവ് സ്വാതന്ത്ര്യത്തിൻ്റെ വക്താവല്ല, ധിക്കാരത്തിൻ്റെയും ഡിക്റ്റേറ്റ്സിൻ്റെയും വക്താവാണ് എങ്കിൽ നമ്മുടെ അവകാശങ്ങളെ പല രൂപത്തിലും കവർന്നെടുത്ത് കൊണ്ടുപോകുന്ന ഒരാളാണ്. എത്ര കാലം ഇവരെ ചങ്ങലക്കിടാൻ പറ്റും, എത്ര കാലം അത് ദീർഘിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റും, എത്ര കാലം ഇവരെ പീഡിപ്പിക്കാൻ പറ്റും, ഒരു ജനത എന്ന നിലയിൽ എത്ര കാലം ഇവരെ പീഡിപ്പിക്കാൻ പറ്റും എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന, അക്കാലം വരെയും ഞാൻ ഇങ്ങനെ അനിഷേധ്യനായിട്ട് ഇവരുടെ തലയ്ക്ക് മുകളിൽ നിൽക്കും എന്ന് കരുതുന്ന ഒരു ഭരണകൂടം, ആ ഭരണകൂടം നമുക്ക് എന്തിന് എന്ന് ഇവിടുത്തെ നാട്ടുകാർ ചോദിച്ചപ്പോഴാണ് ഗാന്ധിജി പറഞ്ഞത്, അങ്ങനെ ഒരു ഭരണകൂടം അവിടെ ഉണ്ടെങ്കിൽ അവിടെ അങ്ങനെ നിൽക്കട്ടെ എന്ന് പറഞ്ഞത്. ഇവിടെ അതല്ല, അല്ലാതെ തന്നെ നമ്മുടെ ഇടയിൽ തന്നെ ഈ തരത്തിലുള്ള പാരതന്ത്ര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദിവസങ്ങളെപ്പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ ഇതിൽ ഏറ്റവും അധികം കറപ്റ്റ് ചെയ്യപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ നാമമാണ്. വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്തിനു വേണ്ടിയാണോ നിലകൊണ്ടത്, അദ്ദേഹം ഈ പറഞ്ഞതിൽ ആദ്യം ദൈവത്തിൻ്റെ വഴി കൂടെ തന്നെയാണ് വന്നത്. അദ്ദേഹം ഒരു ദൈവദശകം എഴുതിയിട്ടുണ്ട്. ആ ദൈവദശകം എന്ന് പറയുന്നത് ഉപനിഷത്തിൻ്റെ കലർപ്പുള്ളൊരു ദൈവദശകമാണ്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ളതൊക്കെയും ഇന്നാരും പറയാൻ ധൈര്യപ്പെടാത്ത കാര്യങ്ങളാണ്. സംഘടന കൊണ്ട് ശക്തരാകുക എന്നൊക്കെ പറയുന്നത് അന്നൊന്നും ആരും പറയാൻ ധൈര്യപ്പെടാത്ത കാര്യമാണ്. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക, വിദ്യയുടെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മെഡിക്കൽ വിദ്യാഭ്യാസം മൂലം നമുക്കുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ അത്യാഹിതമാണ് ഈ കോവിഡ് എന്ന് പറയുന്ന വ്യാപനത്തെക്കുറിച്ചുള്ള ഭയാശങ്ക നിറഞ്ഞ കഥകളെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആ കോവിഡ് കൊണ്ട് നമ്മൾ സ്വതന്ത്രരാവുകയല്ല, അസ്വതന്ത്രരാവുകയാണ്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ടാകണമെങ്കിൽ, കോവിഡിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ടാകണമെങ്കിൽ നമുക്കെന്ത് വേണം? വിദ്യ വേണം. വിദ്യ ഉണ്ടെങ്കിലേ നിങ്ങളീ പറയുന്ന കോവിഡ് ഭയാശങ്കയിൽ നിന്ന് നമുക്ക് സ്വതന്ത്രരാകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി ഇന്നലെ വളരെ ദീർഘമായിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പലയിടത്തും ആളുകൾ ആറ്റിൽ ചാടുകയായിരുന്നു, ഓക്സിജൻ കിട്ടാതെ മരിക്കുകയായിരുന്നു. ഇവിടെ നമുക്ക് എല്ലാ ആളുകൾക്കെല്ലാം ആവശ്യത്തിലധികം ഓക്സിജൻ കൊടുക്കുകയായിരുന്നു, പരമസുന്ദരമായിട്ട് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഇവിടെ നടക്കുന്ന ദുർമരണങ്ങളുടെ കണക്കൊന്ന് എടുത്ത് നോക്കണം. കേരളത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. കേരളത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായ അരാജകത്വത്തെപ്പറ്റി, അതിൻ്റെ കഷ്ടസ്ഥിതിയെപ്പറ്റി മനസ്സിലാക്കണം. എന്നിട്ടാണ് അദ്ദേഹം ഈ ഗീർവാണം അടിക്കേണ്ടത്. എന്താണ് ഇതിൻ്റെ ആൾട്ടർനേറ്റീവ് എന്ന് അദ്ദേഹം ചോദിക്കും. അതിനുള്ള ആൾട്ടർനേറ്റീവ് ഒന്നേ ഉള്ളൂ, പിണറായി വിജയ. ഈ ദുസ്ഥിതിക്ക് ഒരു ആൾട്ടർനേറ്റീവേ ഉള്ളൂ. നമ്മൾ സ്വതന്ത്രരാവണമെങ്കിൽ, കോവിഡിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാവണമെങ്കിൽ നമ്മൾ അസ്വതന്ത്രതയുടെ ചങ്ങലകൾ പൊട്ടിച്ചെറിയണം. WHO ചങ്ങലകൾ പൊട്ടിച്ചെറിയേണ്ടി വരും. ICMRൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയേണ്ടി വരും. നമ്മൾ വിദ്യ കൊണ്ട് മാത്രമേ നമുക്ക് സ്വതന്ത്രരാകാൻ പറ്റൂ. വിവരമുണ്ടാകണം.
അതിനേക്കാൾ വലിയ ആൾട്ടർനേറ്റീവ് ഇല്ല. ദാറ്റ് ഈസ് ദി ഓൺലി ആൾട്ടർനേറ്റീവ്. എന്താണ് ബദൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സാമാന്യ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ബദൽ. എന്നിട്ടൊരു പരാതി പറഞ്ഞിരിക്കുന്നു, നമ്മളിവിടെ കൂടിയാലോചന നടക്കുമ്പോൾ കൂടിയാലോചനകളൊക്കെ പത്രത്തിൽ ചോർന്നു തോന്നി. എന്തോ വല്ല പാർട്ടി സമ്മേളനം മറ്റാണോ അതിൻ്റെ കൂടിയാലോചന എന്ന് പറയുന്നത്? പോളിറ്റ് ബ്യൂറോയിലെ രഹസ്യ സമ്മേളനമാണോ? കോവിഡിനെ പറ്റി നിങ്ങളോട് ചർച്ച നടത്തുന്നു. ചർച്ച നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ പരസ്യമായിട്ട് അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും, കോവിഡിനെ നിങ്ങൾ എങ്ങനെ അസസ് ചെയ്യുന്നു, അതിൻ്റെ പ്രതിരോധ നടപടികൾ എന്തൊക്കെയാണ്, അതിൻ്റെ രൂപത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ ജനങ്ങളോട് പറയാൻ ബാധ്യസ്ഥരാണ് ആസ് പെർ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അത് ചോരുന്നതും ചോരാതെ പോകുന്നൊന്നുമില്ല. ഇത് നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ കോൺക്ലേവ് ഒന്നുമല്ല, അത് നിങ്ങളുടെ അവലോകന യോഗം എന്ന് പറയുന്ന കോൺക്ലേവ് അല്ല. അത് എന്തെങ്കിലും ചോർന്ന് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം ഉണ്ടാകുമെന്ന് പറയാൻ എന്ത് വിവരക്കേടാണ് പറയുന്നത്? അതാണ് പറഞ്ഞത്, വിദ്യ കൊണ്ടേ നമുക്ക് സ്വതന്ത്രരാകാൻ പറ്റൂ. അതില്ലാത്തതിൻ്റെ തകരാറ് കൊണ്ടാണ് ഈ ഭരണത്തലവൻ മനസ്സിലാക്കേണ്ടത്. അതില്ലാത്തതിൻ്റെ തകരാറ് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇഴഞ്ഞു കൊണ്ടിരിക്കുന്നത്, മുട്ടിൽ ഇഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത്. പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളൊരു അവലോകന യോഗം നടത്തുന്നു. ആരൊക്കെയാണ് അവലോകനം നടത്തുന്നത് നമുക്കറിയണ്ടേ, ജനങ്ങൾക്കറിയണ്ടേ? നിങ്ങളുടെ യോഗ്യത നമുക്കറിയണ്ടേ? നമ്മൾ പറഞ്ഞ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ നമ്മളൊരു വൈസ് ചാൻസലറെ നമ്മൾ നിയമിക്കുന്നു. വൈസ് ചാൻസലറെ നിയമിക്കുമ്പോൾ ഇത് പബ്ലിക് ഷുഡ് നോ അയാൾ ആരാണ്, അയാളുടെ യോഗ്യതകൾ എന്താണെന്ന് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അതുപോലെ നിങ്ങളൊരു അവലോകന യോഗം നടത്തുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഈ അവലോകനത്തിൽ പങ്കാളികളാകുന്ന അവരുടെ പേര് വിവരം നിങ്ങൾ പ്രസിദ്ധീകരിക്കണം. ഇന്നത്തെ അവലോകനത്തിൻ്റെ മിനിറ്റ്സ് നിങ്ങൾ പ്രസിദ്ധീകരിക്കണം. ഇത് മന്ത്രിസഭാ യോഗത്തിൻ്റെ മിനിറ്റ്സ് നിങ്ങൾ പ്രസിദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിനേക്കാളും ഓപ്പണായിട്ട് ജനങ്ങൾക്ക് അറിയേണ്ടുന്ന കാര്യങ്ങളാണ്. അത് അറിഞ്ഞാലേ ജനങ്ങൾക്ക് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അതിനെപ്പറ്റി പറയാൻ പറ്റൂ. അല്ലാതെ അത് ചോർന്നു പോകുന്നു, അത് ചാനലുകാർ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അങ്ങനെ നിങ്ങളുടെ രഹസ്യ യോഗം നിങ്ങളുടെ ആരുടെയും സ്വകാര്യ വസതിയിൽ വെച്ച് കൂടേണ്ടുന്ന നിങ്ങളുടെ സ്വകാര്യ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമല്ല രഹസ്യമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട്. അത് പരസ്യമായിട്ട് ജനങ്ങൾക്ക് അറിയാൻ, അതിൻ്റെ ഓരോ അണുവും ജനങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട്. വെച്ചാൽ ഓരോരുത്തരും ഈ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ മനുഷ്യജീവിയുടെയും മനസ്സിൽ നിങ്ങൾ വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്. ഓണത്തിന് സൗഹൃദ സന്ദർശനം നടത്തിയതുകൊണ്ട് TPR ഒന്ന് കുതിച്ചുയർന്നു, മറ്റതാണ് മറിച്ചാണ്, അതൊന്ന് പറയരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇന്നലെ വരെ, ഇന്നും ഞാൻ ആ കണക്ക് നോക്കി, കണക്കൊന്നും കാണാനില്ല. ഇപ്പം കണക്കെല്ലാം കൈമോശം വന്നു മിനങ്ങാന്ന് വരെയുള്ളൂ. അതായത് മിനങ്ങാന്ന് വരെ നിങ്ങൾ 13,393 TPR RT-PCR നടത്തിയിട്ട് 31,000 പേർക്ക് രോഗമുണ്ടെന്ന് കണ്ടെത്തി. ഞാൻ RT-PCR മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും പറഞ്ഞിരിക്കുന്നു 100% RT-PCR തന്നെ നടത്തണം. ഇവിടെ 34 ലാബുകളുണ്ട്. ആ 34 ലാബിൽ എത്ര RT-PCR കൃത്യമായിട്ട് നടത്താൻ നമ്മുടെ കഴിവനുസരിച്ച്, നമ്മുടെ പരിമിതി അനുസരിച്ച് നടത്താൻ പറ്റുമോ അത് നടത്തിയിട്ട് അതിൽ നിന്ന് ജെനുവിനായിട്ടുള്ള ഒരു റിസൾട്ട് വന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആളുകളെ അസസ് ചെയ്യണമെങ്കിൽ മനസ്സിലാക്കും. അല്ലാതെ ഈ പറഞ്ഞില്ലേ, ഈ അശാസ്ത്രീയമായിട്ടുള്ളതും നിലനിൽപ്പില്ലാത്തതുമായിട്ടുള്ള കുറേ ടെസ്റ്റുകൾ ഇങ്ങനെ വ്യാപകമായി നടത്തി എന്നുള്ളത് കൊണ്ട് ആ ടെസ്റ്റ് വിൽപ്പനക്കാർക്ക് ലാഭം ഉണ്ടാകുമെന്നുള്ളതിൽ കവിഞ്ഞ് വേറെ ആർക്കും ലാഭം ഉണ്ടാകില്ല. അത് ഈ പറഞ്ഞില്ലേ, ഈ സമൂഹത്തിൽ കൃത്യമായിട്ടുള്ള അനാസ്ഥയുണ്ട്. അതാണ് അവിദ്യ എന്ന് പറയുന്നത്. നമ്മുടെ പഴയ സാഹിത്യത്തിലൊക്കെ അവിദ്യ എന്ന് പറയുന്നത് ആൻറ്റിജൻ ടെസ്റ്റിനെ കുറിച്ചാണ്, റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റിനെ കുറിച്ചാണ് അവിദ്യ എന്ന് പറയുന്നത്. എന്താണ് ആൾട്ടർനേറ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അവിദ്യ, റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഈ ടെസ്റ്റ് നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങൾ RT-PCR മാത്രമായിട്ട് ചെയ്യണം. അതിൽ നിന്ന് എത്ര രോഗികളുണ്ടാകുന്നു നിങ്ങൾ കാണണം. കണ്ടിട്ട് അവർക്ക് ഈ രോഗം തന്നെ എന്നുള്ളത് സ്ഥിരീകരിക്കണം. ആ സ്ഥിരീകരിക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. അവർ വേറെ എന്തെല്ലാം മോർബിഡിറ്റീസ് നിങ്ങൾ ഈ കോവിഡ് എന്ന് പറയുന്ന ആൾക്കാർക്ക് കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളത് ജനങ്ങളറിയണം. നിങ്ങളിത് കോവിഡാണെന്ന് പറഞ്ഞ ഒരാളിനെ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ കോവിഡ് ഉണ്ടായിരിക്കാം, പക്ഷേ അതോടൊപ്പമുള്ള കോമോർബിഡിറ്റീസ് എന്താണെന്ന് ജനങ്ങൾ അറിയണം. ഇതൊക്കെയാണ് ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഒളിച്ചു വെച്ചുകൊണ്ട് ദിവസം 179 പേര് മരിച്ചു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് വരുമ്പോഴത്തേക്ക് അതിനാണ് പറയുന്ന അവിദ്യ എന്ന് വെച്ചാൽ അന്ധകാരത്തിലാണ്. അവിദ്യ എന്ന് പറയുന്ന അന്ധകാരമാണ്. അറിയാലോ, ഗുരു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അന്ധകാരത്തിൽ നിന്ന്
വെളിച്ചത്തിലേക്കാണ്. ഗുരു എന്ന് പറയുന്നത് വിദ്യ നൽകുന്നവനാണ്, വിജ്ഞാനം നൽകുന്നവനാണ്. ഒരു ഭരണാധികാരി ഒരു ഗുരു ആയിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് ഭരണാധികാരി കള്ളത്തടി വിട്ടുകാരനോ സ്വർണ്ണക്കള്ളക്കടത്തുകാരനോ ഡോളർ കള്ളക്കടത്തുകാരനോ ആകാൻ പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്നതിന് രഹസ്യയോഗങ്ങളുണ്ടായിരിക്കാം. എന്താണ് അടവ് നയം എന്ന് പറയുന്നത്? അടവ് നിങ്ങൾ ആരോടാണ് കാണിക്കുന്നത്? നിങ്ങളൊരു എതിർകക്ഷിയുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടവ് നയങ്ങളുണ്ടാകും. നിങ്ങളിപ്പോൾ പടക്കളത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ അടവ് നയം ആരോടാണ് സ്വീകരിക്കുന്നത്? ജനങ്ങളോടാണ് അടവ് നയം സ്വീകരിക്കുന്നത്. ജനങ്ങൾ നിങ്ങളുടെ ശത്രുക്കളാണ്. നിങ്ങളവിടെ അവലോകന യോഗം കൂടിയിട്ട് അടവ് നയം സ്വീകരിക്കേണ്ട കാര്യം എന്താ? എന്നിട്ട് എന്താണ് ആൾട്ടർനേറ്റീവ് എന്ന് ജനങ്ങളോട് ചോദിക്കുന്നത്? നിങ്ങളുടെ അടവ് നയം എന്താണെന്നറിയാം. നമ്മൾ അങ്ങനെയാണ് ആൾട്ടർനേറ്റീവ് പറയുന്നത്. ജനങ്ങൾ എങ്ങനെയാണ് ആൾട്ടർനേറ്റീവ് പറയുന്നത്? നിങ്ങളുടെ അടവ് നയം, നിങ്ങൾ അവലോകന യോഗത്തിലെ അടവ് നയം എന്താണെന്നറിയാതെ എങ്ങനെയാണ് ആൾട്ടർനേറ്റീവ് ജനങ്ങളോട് പറയുന്നത്? അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഇത് പറഞ്ഞാലേ വിവരമില്ലായ്മ, ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് അവിദ്യയിൽ നിന്ന് വിദ്യയിലേക്കുള്ള ഒരു മാറ്റം. ഇവിടെ നമ്മൾ പരാജയപ്പെട്ടത് അവിദ്യ കൊണ്ടാണ്, വിവരമില്ലായ്മ കൊണ്ട്. അത് നമുക്ക് കിട്ടുന്ന പരിമിത വിഭവമായ വിജ്ഞാനം ഇതിനകത്തുണ്ട്. പരിമിത വിഭവരാണ് വിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ. ഒരു പുതിയ രോഗം ആയതുകൊണ്ട് അത് നമ്മുടെ ഒരു പരാധീനതയാണ്. അത് അംഗീകരിക്കുക. അവിടെ നിന്നുകൊണ്ട് നമ്മൾ സത്യസന്ധമായിട്ട് ജെന്യുവിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുക. നമ്മൾ ഈ ആൻറ്റിജൻ ടെസ്റ്റ് നടത്തിയിട്ട് ലോകം ആസകലം അസുഖമാണെന്ന് പറഞ്ഞ് നടക്കരുത്. ഇന്ന് പറയുന്നതായിട്ട് 35% പേര് വീട്ടിൽ ഇരിക്കുന്ന ഒരു രോഗമാണ്. എന്നിട്ട് ഇന്ന് വീണ ജോർജ് പറയുന്നു ആരും വീട്ടിന് പുറത്ത് സൗഹൃദ സന്ദർശനത്തിനൊന്നും പോകരുത്. അവന് പുറത്ത് പോകാമായിരുന്നു, വീട്ടിൽ തന്നെ അകത്ത് കെട്ടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ രോഗം കൂടെയാണെങ്കിൽ ആ രോഗം അവിടെ തന്നെ നിൽക്കില്ലേ? ഇതിനൊക്കെ പറഞ്ഞില്ലേ പുറത്തേക്കുള്ള മാർഗങ്ങൾ. മനുഷ്യന് ജീവിതത്തിൻ്റെ ഈ പറഞ്ഞില്ലേ അവൻ്റെ വസതിക്ക് പുറത്തേക്കുള്ള ഒരു മാർഗം കൂടിയുണ്ട്. അതിനുവേണ്ടിയാണ് ആ വസതി ഉണ്ടാക്കുന്നത്. എന്തിനാണ് വസതി? എപ്പോഴും അവിടെ തന്നെ ഇരുന്നു കൊള്ളാമെന്നുള്ളൊരു വ്യവസ്ഥയിലല്ല വസതി ഉണ്ടാക്കുന്നത്. അവൻ ഈ പുറം ലോകം മുഴുവൻ സഞ്ചരിക്കുന്നവനാണ്. അവന് കൂടണയാൻ വേണ്ടി അവനുണ്ടാക്കുന്ന ഒരു കൂടാണ് വസതി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇരുന്നാണ് നിനക്ക് രോഗം ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നെ കൂടുതൽ കാലം ഇങ്ങനെ തളച്ചിട്ടിരുന്നുകൊണ്ടാണ് രോഗം ഉണ്ടായത്. അത് മനസ്സിലാക്കാൻ വേറെ യുക്തി ആവശ്യമില്ല. നിങ്ങൾ സാമൂഹികമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഉണ്ടാകുകയും പുറം ലോകങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ അതുപോലെ വ്യാപനം ഉണ്ടാകുന്നില്ല എന്നാണ് വീണ ജോർജ് പറഞ്ഞതിൻ്റെ അർത്ഥം. വീടുകളിൽ ഇരിക്കുന്നവർക്കാണ് കൂടുതൽ ഇതുണ്ടാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ അങ്ങനെ സ്ഥിരമായിട്ടിരിക്കുന്നവരുണ്ട്. അതായത് ഈ രോഗഭയം നിങ്ങൾ വ്യാപിപ്പിച്ചതിന് ശേഷം ഒരു 60% വീടുകളിൽ ഒരു 80% പേരും വീടിന് പുറത്തു പോകാതെ ഇരിക്കുന്നവരാണ്. അപ്പോൾ വീടുകളിൽ ഇതുണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ തളം കെട്ടുന്നു എന്നുള്ളത് കണ്ടാണ്. ജീവിതം വീടുകളിൽ തളം കെട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. അങ്ങനെ ഒരു തളം കെട്ടി നിൽപ്പ് അതെങ്ങനെ അവസാനിക്കും? അതാണ് അതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. യുക്തിസഹമായ ഒരു ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് അതാണ്. അതിന് മുഖ്യമന്ത്രി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇപ്പോൾ ഡൽഹിയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞൊരു കാര്യമില്ല. നമ്മളിപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് ആവറേജും കേരള ആവറേജുമായിട്ടൊന്നും കണക്കാക്കി ഒരു അന്തവും കുന്തവും കിട്ടില്ല. പരമ കഷ്ടമാണ് നമ്മുടെ അവസ്ഥ. അതിനൊന്നും പോകണ്ട. നമ്മൾ നമ്മുടെ കാര്യം തന്നെ ചിന്തിക്കുക. നമുക്കിവിടെ എങ്ങനെ നമ്മളെ തന്നെ പുനർനിർണ്ണയിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനം. നമുക്ക് ലഭ്യമായിട്ടുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ച് അത് ഏറ്റവും പ്രയോജനപ്രദമായി എങ്ങനെ നിർവഹിക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ പറഞ്ഞില്ലേ ഈ അവിദ്യയുടെ സങ്കേതങ്ങൾ ഉപയോഗിച്ച് മനുഷ്യനെ പരീക്ഷിക്കും തോറും അവൻ ഈ അന്തമില്ലാത്ത ഒരു അന്ധകാരത്തിലേക്ക് താണുപോകുന്നു എന്നുള്ള അവസ്ഥയിലെത്തും. അതുകൊണ്ട് ഈ അവിദ്യയുടെ സങ്കേതങ്ങൾ എടുത്ത് മാറ്റുക. കൂടുതൽ സങ്കേതങ്ങൾ നമുക്ക് വേണ്ട. വളരെ ലളിതവും സ്വീകാര്യവുമായിട്ടുള്ള സങ്കേതങ്ങൾ കൊണ്ട് മാത്രം നിങ്ങൾ ഈ ലോകത്തെ അളക്കുക. അളന്നതിന് ശേഷം നമുക്ക് എത്രത്തോളം ഒരു ഫ്രീ എയർ കിട്ടും, സ്വതന്ത്രമായ വായു മനുഷ്യന് എത്രത്തോളം കിട്ടും എന്നുള്ളത് നമ്മൾ പരീക്ഷിച്ച് നോക്കുക. ഇവിടെ ഈ പറഞ്ഞ നാട്ടിലെ ഒരു വിദഗ്ധനാണ്, ഒരു സാധു മനുഷ്യനാണ്. ഒരുപാട് അബദ്ധങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് പരിശീലനം ശ്രദ്ധിച്ചിട്ടുള്ള അബദ്ധത്തിൽ അദ്ദേഹത്തിനൊരു ഡോക്ടറേറ്റ് കിട്ടിയ അദ്ദേഹം ഒരു ഡോക്ടറാണ്. പക്ഷെ അദ്ദേഹം അതിനേക്കാളും നല്ലത് ഈ അബദ്ധങ്ങൾ പറയുന്നതിൽ ഒരു തീസിസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറേറ്റിന് അർഹനായിട്ട് വരുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേര്
ഡോക്ടർ ഇക്ബാൽ എന്നാണ്. അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചില ഇത് പറയുന്നുണ്ട്, എല്ലാവരും വീട്ടിലെല്ലാവരും ഓക്സിമീറ്റർ വാങ്ങിച്ച് വയ്ക്കണം. അതായത് ഇത് വരുമ്പോഴത്തേക്ക്, പകർച്ചവ്യാധി വരുമ്പോഴത്തേക്ക് പലതരം രോഗങ്ങളുള്ളവർ അവരുടെ രോഗം മൂർച്ഛിച്ച് ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ടാകും. അത് ചെയ്യാൻ വേണ്ടി ഓക്സിമീറ്റർ വാങ്ങിച്ച് വയ്ക്കണം. ഇതാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. ഇതാണ് രോഗവ്യാപനം ഉയരും, ഭയം വേണ്ട, അത് ഉയർന്നോട്ടെ എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പകർച്ചവ്യാധികളും മറ്റും പിടിപെടുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിച്ച് പ്രമേഹ സ്ഥിതി ആവിർഭവിക്കാൻ സാധ്യതയുണ്ട്. ഇല്ലാത്ത പലർക്കും പ്രമേഹം വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പലതരം പകർച്ചവ്യാധികൾ വരുമ്പോഴത്തേക്ക് പുതുതായിട്ട് പ്രമേഹം കൊണ്ടുവരും. പുതുതായിട്ട് പ്രമേഹം വലുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിഞ്ഞുകൂടാ. ഇവിടെ പ്രമേഹം ഉള്ളവർ ഒരുപാട് പേരുണ്ട്. ഈ രോഗം കോവിഡ് വരുന്നതിന് മുമ്പ് തന്നെ ഒട്ടുമിക്കവാറും ഈ ഒരു ഏജ് കഴിഞ്ഞ ആളുകൾക്കെല്ലാം പ്രമേഹമുണ്ട്. പ്രമേഹ രോഗികളുടെ എണ്ണം ബഹുമാനപ്പെട്ട ഡോക്ടറിന് എടുത്ത് നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കോവിഡ് വന്ന് പ്രത്യേകിച്ച് പ്രമേഹമൊന്നും കൊണ്ടുവരേണ്ട കാര്യമൊന്നും ഇവിടെ ഇല്ല. ഇവിടെ പ്രമേഹവും ഉണ്ട്. അപ്പോൾ അങ്ങനെ പ്രമേഹം ഇനിയിപ്പോൾ ഇത് കാരണം, പകർച്ചവ്യാധി കാരണം പ്രമേഹം ഉണ്ടാവുകയാണെങ്കിൽ ഇൻസുലിന് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന റേറ്റ് കുറയുമ്പോഴത്തേക്ക് അപകടം ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ഓക്സിജൻ, ബ്ലഡിൽ ഓക്സിജൻ്റെ റേറ്റ് കുറയും. അതുകൊണ്ട് എല്ലാവരും ഓക്സിമീറ്റർ വാങ്ങിച്ച് വയ്ക്കണം. ഓക്സിമീറ്റർ ഒരു കച്ചവടമാണ്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ മിക്കവാറും ഇതിന് മുമ്പ്, കോവിഡ് വരുന്നതിന് മുമ്പ് തന്നെ ഓൾഡ് ഏജ് ആയിട്ടുള്ളവരുടെ വീടുകളിലൊക്കെ മിക്കവാറൊക്കെ ഓക്സിമീറ്റർ ഉണ്ട്. ഡയബറ്റീസ് ഉള്ളവരുടെ വീടുകളിലൊക്കെ ഓക്സിമീറ്ററും അവരതിൻ്റെ സങ്കേതങ്ങളും കൊണ്ടൊക്കെയാണ് കടിച്ചു പിടിച്ച് ജീവിക്കുന്നത്. എൻ്റെ പൊന്നാര, അത് മനസ്സിലാക്കുക. നിങ്ങൾ ഈ ലോകത്തെക്കുറിച്ചൊന്നും അറിയുന്നില്ല. ഒരുവിധമുള്ള മിഡിൽ ക്ലാസ്സിൽ ഒരുവിധമൊക്കെ സാമ്പത്തിക ശേഷിയുള്ളവരൊക്കെ അവർ ഓക്സിമീറ്റർ കൊണ്ടൊക്കെയാണ് കടിച്ചു പിടിച്ച് ജീവിക്കുന്നത്. ഓക്സിമീറ്ററും ഇൻഹെയിലറും വെച്ചാണ് ഇവിടെ ജീവിക്കുന്നത്. അത് കോവിഡ് വരുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ്. അവിടെയാണ് നിങ്ങൾ വായും മൂക്കൊക്കെ മൂടിക്കെട്ടിയിരിക്കുന്നത്. നിങ്ങൾ അതൊന്നും ആലോചിക്കും. നിങ്ങളൊരു ഡോക്ടറാണല്ലോ, ഒരു ന്യൂറോ സർജനാണല്ലോ, നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയും. ഈ പറയുന്ന വർഷങ്ങളായിട്ട് ഈ ഡയബറ്റീസ് കൊണ്ട് പീഡിപ്പിക്കുന്ന ആൾക്കാർക്ക് വേറെയും രോഗങ്ങളുണ്ട്. ആ രോഗങ്ങൾക്ക് ഈ പറയുന്ന ഈ കോവിഡ് വരാതിരിക്കാൻ വേണ്ടി, അവർക്കൊന്നും കോവിഡ് സാധാരണ ഇത് വരുന്നില്ല, വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ 2 വാക്സിനേഷനും എടുത്ത് പിന്നെ ഈ വായിലും മൂക്കിലും ഇതൊക്കെ മൂടിക്കെട്ടിയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്തായി തീരുമെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. ക്രോണിക് ഡയബറ്റിക് പേഷ്യൻസ്, ക്രോണിക് ആസ്മ പേഷ്യൻസ്, അവരുടെ കണക്ക് നിങ്ങളൊന്ന് എടുക്കുക. കേരളത്തിൽ നിങ്ങൾ പറയുന്നത് പോലെ 2 വാക്സിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുൺ എന്ന് പറയുന്ന നിങ്ങളുടെ മറ്റൊരു വിദഗ്ധൻ, അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 പേർക്ക് വാക്സിനേഷൻ എടുക്കുമ്പോൾ 15% പേർക്ക് അതിൻ്റെ ഗുണം കിട്ടില്ല. 15% പേർക്ക് വീണ്ടും കോവിഡ് വരാം. ഒരു പ്രാവശ്യം തന്നെ വരണമെന്നില്ല, വീണ്ടും റീഇൻഫെക്ഷൻ വരാം, അതിൻ്റെ ഗുണം കിട്ടില്ല. പിന്നെ ആകെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മരണത്തിൻ്റെ റേറ്റ് കുറയ്ക്കാൻ പറ്റും. അതിപ്പോൾ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വാക്സിനേഷൻ ആരംഭിച്ചതോടുകൂടി മരണത്തിൻ്റെ റേറ്റും കുറഞ്ഞു തുടങ്ങി. അതെടുത്ത് നോക്കിയാൽ മതി. നിങ്ങളുടെ ചാർട്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾ ഏത് ഡേറ്റിലാണ് വാക്സിനേഷൻ തുടങ്ങി. ഇപ്പോൾ നിങ്ങൾ വാക്സിനേഷൻ എത്ര ലക്ഷത്തിൽ എത്ര കോടിയിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ ദേശാഭിമാനി പറയുന്നത് ഇവിടെയുള്ള 80% പേർക്കും വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞെന്ന്. 80% പേർക്കും കൊടുത്തു കഴിഞ്ഞപ്പോൾ പണ്ട് പറഞ്ഞില്ലേ, വാക്സിനേഷൻ തുടങ്ങുന്നതിന് മുമ്പ് 30, 50, 40 എന്നൊക്കെ പറഞ്ഞത് ഡെയിലി ഡെത്തിൻ്റെ നിങ്ങൾ കണക്കെടുത്ത് നോക്ക്. ഡെയിലി ഡെത്ത് 40, 50 ആയിരുന്നു. വാക്സിനേഷൻ കഴിഞ്ഞതിന് ശേഷം ഇന്നിപ്പോൾ എത്ര, 179, ഇന്നലെ 218 വരെ എത്തിയിട്ടുണ്ട്. നമ്മൾ 43,000 വരെ കഴിഞ്ഞ ഓണത്തിന് നിങ്ങൾ ഈ പറഞ്ഞില്ലേ, ഈ കണക്ക് മാനുഫാക്ചർ ചെയ്യരുത്. അതാണ് ഈ നേരത്തെ ചോദിച്ച ഭരണാധിപൻ്റെ അടുത്ത് ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നതാണ്. ആദ്യം നിങ്ങൾ കണക്ക് മാനുഫാക്ചർ ചെയ്യരുത്. കണക്ക് മാനുഫാക്ചർ ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് 43% വരെ ഉയർന്നു പോയത്. അത് നിങ്ങൾ പറഞ്ഞില്ലേ, ഈ അവിദ്യ കൊണ്ട് നിങ്ങൾ ജനങ്ങൾ അളന്നു നോക്കിയപ്പോഴാണ് 43% എന്തെങ്കിലും സയൻറ്റിഫിക്കായിട്ടുള്ള കൃത്യതയുള്ള ഇതുകൊണ്ട് നിങ്ങൾ ആളുകളെ പരിശോധിക്കുകയും രോഗചികിത്സ നടത്തുകയും ചെയ്ത് ഇങ്ങനൊരു രോഗമേ ഇല്ല, മറ്റു രോഗങ്ങൾക്കൊപ്പം ഈ രോഗികളും വരുമ്പോൾ നമ്മൾ അവരെ പരിശോധിച്ചിട്ട് ഈ കോവിഡ് രോഗം ഉണ്ടെങ്കിൽ നമ്മൾ നോക്കുക എന്നല്ലാതെ ഇങ്ങനെ ഒരു പകർച്ചവ്യാധി ഉണ്ട് എന്ന് പറയുന്ന അത് തന്നെ ഒരു അവിദ്യയാണ്. അതായത് പറഞ്ഞില്ല, ഇവിടെ കൊല്ലത്തെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ കോവിഡ് ഹോസ്പിറ്റലായിട്ട് മാറ്റി. എന്താ ആവശ്യത്തിന്? അതിനുവേണ്ടി നിങ്ങൾക്ക് ആരെ കിട്ടും? മറ്റ് രോഗങ്ങളുള്ളവർ തന്നെയാണ് ഇവിടെ കോവിഡ് രോഗികളെന്നും പറഞ്ഞു വരുന്നത്. അവർ വേറെ ചികിത്സയിലിരിക്കുന്നവരാണ്. അവരുടെ പ്രധാന ചികിത്സ മാറ്റി വെച്ചിട്ട് നിങ്ങൾ കോവിഡ് ചികിത്സ തുടങ്ങുന്നതെന്ന് പറയുന്നത് എന്താ അബദ്ധമാണ് ചെയ്യുന്നത്? അതിനാണ് അവിദ്യ എന്ന് പറയുന്നത്. ഈ അതർ മോർബിഡിറ്റി, നിങ്ങൾ ഒരു കണക്ക് പറയുമോ? നിങ്ങൾ
ഈ ഈ പറയുന്ന ഭരണാധിപന് എന്താ ആൾട്ടർനേറ്റീവ്? ഒരൊറ്റ ആൾട്ടർനേറ്റീവേ ഉള്ളൂ പറയാനായിട്ട്. നിങ്ങൾ ഇതുവരെ മരിച്ചിട്ടുള്ളവരുടെ ഈ കോവിഡ് മാത്രമായിട്ട് ബാധിച്ച് മരിച്ചിട്ടുള്ളവരുടെ എണ്ണം ഒന്ന് വയ്ക്കാമോ? കോവിഡ് മാത്രമായിട്ട് ബാധിച്ചിട്ടുള്ളത് എങ്കിൽ അത് പുനഃപരിശോധിക്കേണ്ട, ആ എണ്ണം പുനഃപരിശോധിക്കണം. എന്ന് വെച്ചാൽ കോമോർബിഡിറ്റീസ്, ഇതിനേക്കാളും അണ്ടർലൈങ് ഡിസീസസ് ഉള്ളവരല്ലാതെ ആരും ഇതുകൊണ്ട് മരിച്ചിട്ടില്ല. അവരുടെ മരണത്തെ നിങ്ങൾ ത്വരിതപ്പെടുത്തിയിട്ടുള്ളത് കോവിഡ് കൊണ്ടല്ല. കോവിഡ് ചികിത്സയുടെ പേരിൽ അവരുടെ പ്രധാന ചികിത്സ നിങ്ങൾ മാറ്റിവെച്ചത് കൊണ്ടാണ്. ഇത് ആധികാരികമായിട്ട് ഹിന്ദു ദിനപത്രത്തിൽ 2 വിദഗ്ധന്മാർ, ഇതിൻ്റെ എപ്പിഡമോളജിസ്റ്റുകളെന്ന് പറയുന്ന 2 വിദഗ്ധന്മാർ കൂടി ഒരു പേജ് നിറച്ച് അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ കണക്കും കൊടുത്തിരുന്നു. ഓരോ രംഗത്തും ക്യാൻസർ രോഗികളുടെ ചികിത്സാ രംഗത്ത് എത്ര ശതമാനം ഇടിവുണ്ടായിട്ടുണ്ട്, റീനൽ പേഷ്യൻസിൻ്റെ രംഗത്ത് എത്ര ശതമാനം ഇടിവുണ്ടായിട്ടുണ്ട്, ഈ കാർഡിയോവാസ്കുലർ, ഹാർട്ട് ഡിസീസ്, അങ്ങനെയുള്ള ഓരോ ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചില രോഗങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ മരണ റേറ്റുള്ള റേറ്റുള്ള രോഗികളുടെ ശുശ്രൂഷയിൽ 18% വരെ ഇടിവ് സംഭവിച്ചിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ 18% ഇടിവ് സംഭവിക്കുമ്പോഴത്തേക്ക് ഇത്രയും പേര് വരും. ഇതിൽ കൂടുതൽ മരണങ്ങൾ വരും. അതിൽ കൂടുതൽ മരണമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അവരുടെ ഈ ഏറ്റവും കൂടുതൽ, അതായത് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇവർ മരിക്കുന്നത് ക്യാൻസർ കൊണ്ടാണ്, അല്ലെങ്കിൽ ക്യാൻസർ കൊണ്ടല്ല, കാർഡിയോവാസ്കുലർ, ഹാർട്ട് ഡിസീസസ് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇവർ കേരളത്തിൽ മരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടത്ര ശുശ്രൂഷ നമ്മൾ നൽകുന്നതിന് പകരം ഒരാളിനെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ, കാഷ്വാലിറ്റി ചെന്ന് കഴിഞ്ഞാൽ ആദ്യം മറ്റതിൻ്റെ ഒരു കുത്തിവയ്പ്പ് നടത്തിയിട്ട് ആൻറ്റിജൻ ടെസ്റ്റ് എടുത്തിട്ട് പോസിറ്റീവ് എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയി നിങ്ങൾ കൊണ്ട് ഐസൊലേഷൻ വാർഡിലോ ICUയിലോ കൊണ്ടിട്ടിട്ട് വേറെ ഏതെങ്കിലും കോർട്ടിസ്റ്റെറോയിഡ്സോ ഈ ഹൈഡ്രോക്സിക്ലോറിനോ അല്ലെങ്കിൽ ഈ റെംഡെസിവിറോ ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അയാൾ മരിക്കാൻ സാധ്യതയുണ്ട്. അത് കുറച്ച് കാണാൻ പറ്റില്ല. അങ്ങനെയുള്ളവരാണ് മരിക്കുന്നത് ഇവിടെ, അല്ലാതെ ആരും മരിക്കുന്നില്ല. അവർക്ക് അവരുടെ രോഗത്തിന് ആവശ്യമായിട്ടുള്ള ശുശ്രൂഷ കൊടുക്കുന്നതിന് പകരം നിങ്ങൾ അത് അവഗണിച്ചിട്ട് അവരെ നെഗ്ലക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ ആ ലേഖനത്തിൽ ഇതിനെപ്പറ്റി വളരെ ഗൗരവപൂർവ്വം പഠിച്ചിട്ടുള്ള ആൾക്കാർ എഴുതിയിരിക്കുകയാണ്. അതാണ് ആൾട്ടർനേറ്റീവ്. ഭരണാധിപൻ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഭരണാധിപൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അത് ആരോ ആകട്ടെ, ആ സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ആ വ്യക്തി അറിയാൻ ബാധ്യസ്ഥനാണ്. ഈ തരത്തിലൊരു ട്രാൻസിഷൻ സംഭവിക്കുമ്പോൾ, ചികിത്സാ രംഗത്ത് ഈ തരത്തിലൊരു ട്രാൻസിഷൻ സംഭവിക്കുമ്പോൾ ഇത്തരം അത്യാഹിതങ്ങളുണ്ടാകും. ആ തരത്തിൽ പറഞ്ഞില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇവിടെ ഈ വാക്സിനേഷൻ കൊടുത്തെന്ന് പറഞ്ഞ് യാതൊരു കാര്യവുമില്ല. NM ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. എനിക്കതോട് വലിയ നന്ദിയുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉള്ള കാര്യം ആളുടെ അടുത്തുള്ള പോലെ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഇതുകൊണ്ട് വലിയ പ്രയോജനങ്ങളൊന്നുമില്ല. നിങ്ങളുടെ മരണം തടയാൻ പറ്റും വാക്സിനേഷൻ കൊണ്ട് എങ്ങനെ മരണം തടയുന്നത്? നിങ്ങൾ ഹൃദ്രോഗിയായ നിങ്ങൾക്ക് വാക്സിനേഷൻ എന്ന് പറഞ്ഞ് നിങ്ങളുടെ മരണം തടയാൻ പറ്റും. ഈ വൈറസ് ആക്രമിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഹൃദ്രോഗം മൂർച്ഛിക്കുകയാണെങ്കിൽ നിങ്ങൾ മരിക്കും. വാക്സിനേഷൻ എന്നൊന്നും പറഞ്ഞ് ഹൃദ്രോഗം മൂർച്ഛിക്കാതിരിക്കുകയൊന്നുമില്ല. ഈ ഹൃദ്രോഗത്തിന് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കഴിക്കുന്നുള്ള മരുന്നുകളുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അത് മൂർച്ഛിക്കുകയാണെങ്കിൽ അത് വീണ്ടും എക്സാമിൻ ചെയ്തിട്ട് അതിന് വേണ്ടിയുള്ള പ്രതിരോധ നടപടികൾ എടുക്കണം. അപ്പോൾ അതുകൊണ്ട് മരണത്തെ നിങ്ങൾക്ക് കുറയ്ക്കാനൊന്നും പറ്റില്ല. മരണത്തെ ഇതുകൊണ്ട് കുറയ്ക്കാൻ പറ്റില്ല. ഈ രോഗത്തിൻ്റെ ഗുരുതര സ്വഭാവത്തെയും നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റില്ല. രോഗത്തിൻ്റെ ഗുരുതര സ്വഭാവത്തെ മറ്റ് രോഗങ്ങൾ വേറെയാണ്, ഇതല്ല. ഈ രോഗം ഗുരുതരമായി തീരുന്നില്ല ആരിലും. അതായത് ശ്വാസകോശ രോഗങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ആസ്മയും ഈ പറഞ്ഞില്ലേ ഈ റെസ്പിറേറ്ററി ഡിസീസ് എന്ന് പറയുന്നതും, അത് പൾമണറി ഡിസീസസ് എന്ന് പറയുന്നത് ഇത് കുറേ അതിൻ്റെ വെറൈറ്റീസ് പലതും നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിട്ടുണ്ട്. അവരൊക്കെ 2 വർഷമൊക്കെ ഇതൊക്കെ മൂക്കിലൊക്കെ കെട്ടിക്കൊണ്ട് കിടന്നാൽ സ്വാഭാവികമായിട്ടും അവരുടെ രോഗം വർദ്ധിക്കും. അതിന് ഈ വൈറസൊന്നും വരണ്ട. വൈറസ് വരാതെ തന്നെ അവരുടെ രോഗം മൂർച്ഛിക്കും. അപ്പോൾ അത് സിവിയർ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതിൻ്റെ കുത്തിവെപ്പെടുത്തെന്നും പറഞ്ഞൊന്നും അത് നിൽക്കില്ല. അത് ആ സിവിയറിറ്റിയിൽ നിന്ന് ഡെത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളിപ്പോൾ ഈ വാക്സിൻ കൊടുക്കുന്നത്. വാക്സിൻ കൊടുത്തു ഉള്ളത് കൊണ്ട് വരാതിരിക്കില്ല. 100 പേർക്ക് എടുക്കുമ്പോൾ 15% പേർക്ക് കോവിഡ് വരും. 100 പേർക്ക് നിങ്ങൾ വാക്സിൻ എടുക്കുമ്പോൾ 15 പേർക്ക് വാക്സിൻ ഇത് വരുമെന്നാണ് പറയുന്നത്.
അപ്പോൾ ഈ 100 പേരെ എടുക്കാതിരിക്കുന്നവർക്ക് അയാൾ 10 പേർക്ക് പോലും വരില്ല. ഇപ്പം ഞാനിത് ഒരു ഇതെടുത്തിട്ടില്ല, ഞാനൊരു ടെസ്റ്റും എടുത്തിട്ടില്ല, എനിക്കിതുവരെ ഈ സാധനം വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഡോക്ടർ പറഞ്ഞത് ഇതാണ്, ഡോക്ടറുള്ള എല്ലാ ബഹുമാനത്തോടും പറയുകയാണ്. ഡോക്ടർ പറഞ്ഞത് 100 പേർക്ക് നിങ്ങൾ വാക്സിൻ കൊടുക്കുമ്പോൾ അതിൽ 15 പേർക്ക് എന്ത് വരും? അതിനാണ് ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഈ COVID-19 വരും, 15 പേർക്ക് വരും. അപ്പോൾ 100 പേര് ഇത് എടുക്കാതിരിക്കുന്നവർ, ജന്മകാലത്ത് എടുക്കാതിരിക്കുന്നവർ, അവർക്ക് ഈ 15 വരണമെന്നില്ല, 2 പേർക്ക് പോലും വരണമെന്നില്ല. എനിക്കറിയാം, ഞാനും എന്നെ പോലെയുള്ള കുറേ അധികം പേരും ഈ 2 വാക്സിനും എടുത്തിട്ടില്ല, ഈ ടെസ്റ്റുകളും എടുത്തിട്ടില്ല, ഞങ്ങൾക്കൊന്നും ഈ COVID-19 വന്നിട്ടുമില്ല. അപ്പോൾ നമ്മൾ വെറുതെ കയറി ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ 15% നമ്മൾ വിട്ടുകൂടാന്ന് അങ്ങനെ അറിയാം. ഞാൻ എന്തിനാ റിസ്ക് എടുക്കണം? അതാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. ഇത് എടുക്കാതിരുന്നാലേ എനിക്ക് വരില്ല, എടുത്താൽ വരികയും ചെയ്യും. എടുക്കാതിരുന്ന വരുമെന്നുള്ളതിന് നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? ഞാൻ ഈ സാധാരണ ഇത് പറഞ്ഞില്ല, കഴിഞ്ഞ 2020 തുടങ്ങിയതിന് ശേഷം ഈ കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളിലൊക്കെ ഉള്ള അന്യരോഗ ചികിത്സ, സീരിയസ് ആയിട്ടുള്ള രോഗചികിത്സ നടത്തുന്ന ഈ അവരുടെ കൂട്ടിരിപ്പുകാരനായിട്ടും മറ്റൊക്കെ ആശുപത്രി സ്ഥിരമായിട്ട് പോകുന്ന ഒരാളാണ്. പോയിട്ടുണ്ട്, തിരിച്ചും വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിലും സ്ഥിരമായിട്ട് പോവുകയും വരികയും ചെയ്യുന്ന ആൾക്കാരുണ്ട്, പുറത്ത് പോവുകയും വരികയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരാരും ഇവിടെ ഒരു ദിവസവും ഇത്രയും 1.5 വർഷക്കാലത്തിനിടയിൽ ദിവസവും വീട്ടിൽ നിന്ന് വന്നു പോകുന്ന ആൾക്കാരുണ്ട്. അവർ വീട്ടിൽ വരുമ്പോൾ മുഖംമൂടി അടിച്ചിട്ടാണ് നിൽക്കുന്നത്, പുറത്ത് പോകുമ്പോൾ മുഖംമൂടി ഇടും, അത് ഞാനും ഇടേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ അവർ ഇവിടെ ഒരു രോഗം കൊണ്ടുവന്നിട്ട് എനിക്കറിവില്ല, അവരാരും ഈ വാക്സിൻ എടുത്തിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നത് ഒരു ചെറിയ ശതമാനം ആൾക്കാരെ നിങ്ങൾ ഈ വലവീശി പിടിച്ച് അവരെ എടുത്തുകൊണ്ട് പോയി അവരുടെ മേൽ പരീക്ഷണം നടത്തുന്നതെന്ന് പറയുന്നൊരു കർമ്മമാണ് നിങ്ങൾ നിർവഹിച്ചത്. ഇത് നിങ്ങൾ നിർത്തണം. അതാണ് ഇതിൻ്റെ ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. ഒന്ന്, നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരു ടെസ്റ്റ് നടത്തുമ്പോഴത്തേക്ക് ഒരാൾ മരിക്കുമ്പോൾ ആ മരിക്കുന്ന ആളുടെ സർവ്വവിധ ഡീറ്റെയിൽസും നിങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാൻ ബാധ്യത. അങ്ങനെ എന്തൊക്കെ രോഗങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ സ്ത്രീക്ക് എന്തൊക്കെ രോഗങ്ങളുണ്ടായിരുന്നു, ആ രോഗങ്ങൾ എവിടെയൊക്കെ ചികിത്സിച്ചിട്ടുണ്ട്, എത്ര കാലമായിട്ടുണ്ട്, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അത് ഇതുകൊണ്ട് മൂർച്ഛിച്ചു എന്നുള്ളതിന് എന്തെങ്കിലും നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകണം. ആ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് ആ വൈറസിന് അതിൻ്റെ വൈറൽ ലോഡ്, ഇൻഫെക്റ്റ് ചെയ്യാനുള്ള വൈറൽ ലോഡ് ഉണ്ടാകണം. എന്നിട്ട് ആ വൈറൽ ലോഡ് ഇതിനായി നിങ്ങളുടെ ഏതെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസീസിനെ ബാധിക്കണം. അല്ലാതെ ഇത് മാത്രമായിട്ട് വന്ന് നമ്മുടെ ശ്വാസകോശത്തിൽ കയറി അള്ളിപ്പിടിച്ച് ചാവടാന്ന് പറഞ്ഞ് കൊന്ന കേസുകളൊന്നും ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. അതങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കാണിക്കും. ഇയാൾക്ക് വേറെ യാതൊരു രോഗവും ഇല്ലായിരുന്നു, ഇത് മാത്രമായിട്ട് വന്നപ്പോഴത്തേക്ക് ഇത് ഒറ്റയ്ക്ക് ഓടിച്ചിട്ട് പിടിച്ച് കൊന്നതാണെന്നും പറഞ്ഞ് നിങ്ങൾ കാണിക്കുക. അങ്ങനെയൊന്നും ഒരു കണക്കില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി ആദ്യം കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ നാട്ടിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചോദിക്കണം, ആളോട് ചോദിക്കണം, ഈ മരിച്ചവരിൽ എത്ര പേർക്ക് കോമോർബിഡിറ്റീസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഈ WHO പറയുന്ന ഒരു ടേം ഉപയോഗിച്ചാണെങ്കിൽ അണ്ടർലൈയിങ് ഡിസീസ് ദാറ്റ് ഈസ് ദി കോസ് ഓഫ് ഡെത്ത് ആൻഡ് നോട്ട് കോവിഡ് പിന്നെ വരുന്നതാണ്. അതായത് WHO പറയുന്നത് അണ്ടർലൈയിങ് ഡിസീസ് ദാറ്റ് ഈസ് ദി കോസ് ഓഫ് ഡെത്ത്. അത് എത്ര പേർക്കുണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഒരു റിപ്പോർട്ട് ആദ്യം വാങ്ങി നോക്കിയിട്ട് അവിടെ വെച്ച് കോവിഡ് എത്രത്തോളം, അതിൻ്റെ മോർട്ടാലിറ്റി എത്രയെന്ന് നിങ്ങൾക്ക് നിർണ്ണയിക്കാൻ പറ്റും. അല്ലാതെ ദിവസം 178 പേര് 218 പേര് കോവിഡ് പിടിച്ച് മരിച്ചെന്നൊക്കെ ഈ കള്ളക്കണക്ക് എഴുതി വയ്ക്കുമ്പോഴത്തേക്ക് അതാണ് ഏറ്റവും വലിയ ക്രൂരത എന്ന് പറയുന്നത്. അത് നിർത്തലാക്കണം. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് ആൾട്ടർനേറ്റീവ്. മരണക്കണക്കിൽ മായം കലർത്താനുള്ള ICMRൻ്റെ നിർദ്ദേശങ്ങളെ പുറന്തള്ളുക. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് ആൾട്ടർനേറ്റീവ്. പറ്റുമോ? അതാണ് ചോദിക്കുന്നത്. അതായത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നതെന്നുകൊണ്ട് 10 ഫിഷഗ്വരന്മാരെ പിടിച്ചു നിർത്തിയിട്ട് അവരെ എക്സാമ്പിൾ സഹിതം ICMR കൊടുത്തിട്ടുണ്ട്. ഇത് ടെസ്റ്റ് ചെയ്ത് COVID-19 എന്ന് ബോധ്യപ്പെടാത്ത ഈ ഡയബറ്റിസ് പേഷ്യൻസ്, ഇൻഫ്ലുവൻസ പേഷ്യൻസ്, ഹാർട്ട് പേഷ്യൻസ്, കീമോതെറാപ്പി കഴിഞ്ഞ ക്യാൻസർ പേഷ്യൻസ്, ഇവരൊക്കെ മരിക്കുമ്പോൾ അവരെയൊക്കെ കോവിഡിൻ്റെ കണക്കിൽപ്പെടുത്തണമെന്ന് ICMR നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ നിർദ്ദേശം നിങ്ങൾ പരസ്യമായിട്ട് വായിക്കുക.
ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നിട്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഓൺലൈനാണല്ലോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം, ഓൺലൈനിൽ കൂടി വായിച്ച് കേൾപ്പിച്ചാലും മതി. ഇത് ഈ രാജ്യത്തെ പ്രജ്ഞയുള്ള എത്ര ശതമാനം ജനങ്ങൾ അംഗീകരിക്കും? ദാറ്റ് ഈസ് ദി ഫസ്റ്റ് ആൾട്ടർനേറ്റീവ്. റിജക്റ്റ് ദി ഒബ്സീൻ ഓർ അബ്സേർഡ് ഗൈഡ്ലൈൻ ദാറ്റ് ഹാസ് ബീൻ പ്രൊവൈഡഡ് ബൈ ICMR. ദി ഫസ്റ്റ് തിങ്, അവിടെ നമ്മൾ ICMRനെ റിജക്റ്റ് ചെയ്യേണ്ടി വരും. സെക്കൻഡ് തിങ്, ICMR or any such institution or the world has approved of antigen as a clinical test. ലോകത്താരും അതിനൊരു ക്ലിനിക്കൽ ടെസ്റ്റായിട്ട് അംഗീകരിച്ചിട്ടില്ല. അതൊരു ക്ലിനിക്കൽ ടെസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് രോഗം കൺഫേം ചെയ്യാനും പറ്റില്ല. അത് അവിദ്യയാണ്. മറ്റതും അവിദ്യയാണ്, ഇതും അവിദ്യയാണ്. ഈ രണ്ട് അവിദ്യയും നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആൾട്ടർനേറ്റീവ് എന്നുള്ളത്. നിങ്ങളങ്ങ് പരലോകത്തൊന്നും പോകണ്ട അന്വേഷിച്ച്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ മേയോ ക്ലിനിക്കിലോ ഒന്നും പോകണ്ട ആൾട്ടർനേറ്റീവ് അന്വേഷിച്ച്. അവിടെയൊക്കെ പോയിട്ടുള്ള ആളാണല്ലോ. അവിടെ ഒന്നും ആരും പറഞ്ഞു തന്നില്ലേ ആൾട്ടർനേറ്റീവ്? ആൾട്ടർനേറ്റീവ് ഇവിടെ തന്നെ ഉണ്ട്. ഈ കാണിക്കുന്ന ഈ അസംബന്ധങ്ങൾ അവസാനിപ്പിക്കുക എന്ന് പറയുന്നതാണ് ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. ആ ആൾട്ടർനേറ്റീവ് നിങ്ങൾ സ്വീകരിച്ചാൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സീറോളജിക്കൽ സർവേ നമ്മുടെ സംസ്ഥാനം കൂടി നടത്തുമ്പോഴാണ്. ഈ പറയുന്നതിനൊക്കെ എന്താണ് അർത്ഥം? ഇതിനിടയ്ക്ക് ഈ ഒരു മനുഷ്യൻ വേറെ ഒരു മനോജ് എന്നോ മറ്റോ പറയുന്നൊരു മനുഷ്യൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഏറ്റവും കുറച്ച് ഇമ്മ്യൂണിറ്റി നമുക്കാണ് ഉണ്ടായിരുന്നത്. കാരണം എന്താണ്? കുറച്ച് പേർക്ക് ഇവിടെ രോഗം വന്നിട്ടുള്ളൂ, മറ്റുള്ളിടത്തൊക്കെ കൂടുതൽ, മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കൂടുതൽ പേർക്ക് രോഗം വന്നിട്ടുണ്ട്. സോ ദേ ഹാവ് എ ഹൈ ഇമ്മ്യൂണിറ്റി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം രോഗം വന്നു പോയാൽ അതിൻ്റെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു വാക്സിനേഷൻ എടുക്കുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ അത് ആ തരത്തിൽ ഒരു പ്രാവശ്യം വന്നു പോയവരുടെ എണ്ണം ഇവിടെ കുറവായിരുന്നു നേരത്തെ വന്നപ്പോൾ. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടേതായ സീറോളജിക്കൽ സർവേ ആൻറ്റിബോഡീസ് ടെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. അതിനും പണച്ചിലവുണ്ട്. ഈ ആൻറ്റിബോഡീസ് ടെസ്റ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രയോജനം? ഒന്നിൽ നിങ്ങൾ പറയുക, ഈ ബൈ വേ ഓഫ് ടേക്കിംഗ് ആൻറ്റിബോഡീസ് ടെസ്റ്റ് യു ക്യാൻ റെഡ്യൂസ് ദി നമ്പർ ഓഫ് വാക്സിൻസ്. അതായത് വാക്സിന് പകരം ആവുമോ? ഈ ഇമ്മ്യൂണിറ്റി ഒരിക്കൽ വന്നു പോകുന്നവർക്ക് നിലനിൽക്കുന്ന ഇമ്മ്യൂണിറ്റി ഷാൽ ഇറ്റ് വെയിൻ, അത് വെയിൻ ചെയ്ത് ഇല്ലാതായി തീരുമോ? അത് എത്ര കാലം നിലനിൽക്കും? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തത ഉണ്ട്. അതില്ല നിങ്ങൾ ഇതെടുത്തിട്ട് എന്താ കാര്യം? അതില്ല. നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ ആൻറ്റിബോഡീസ് ഉണ്ടായിരിക്കാം. എനിക്ക് ഒരുപക്ഷെ നിങ്ങൾ ഈ പറയുന്ന ഇതിൻ്റെ ആൻറ്റിബോഡീസ് എൻ്റെ ശരീരത്തിലും കണ്ടിരിക്കുന്നത് ജലദോഷം പോലെയുള്ള എന്തോ ഒരു അസുഖമാണെന്നാണ് പറയുന്നത്. ജലദോഷവും ഇതിൻ്റെ ഈ ഇതുമായിട്ട് ജനറ്റിക്കായിട്ട് 62% സിമിലാരിറ്റി ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ ഇതിൻ്റെയൊക്കെ ആൻറ്റിബോഡീസ് ചിലപ്പോൾ 80% പേർക്കും ഇത് ഹോസ്പിറ്റലിൽ പോകാതെ അറിയാതെ വന്നു പോകുന്നതാണ് WHO പറയുന്നത്. 80% പേർക്ക്. അപ്പോൾ ആ 80% പേർക്ക് ഇത് വന്നു പോയിട്ടുണ്ടെങ്കിൽ ദേ ഹാവ് സം കൈൻഡ് ഓഫ് ഇമ്മ്യൂണിറ്റി ഔട്ട് ഓഫ് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് ഡിസീസ്. അതിൻ്റെ ആൻറ്റിബോഡീസ് 80% പേർക്ക് അതിൻ്റെ ഇത് കിട്ടണ്ടേ, അതിൻ്റെ ഇമ്മ്യൂണിറ്റി കിട്ടണ്ടേ? അപ്പോൾ നമ്മുടെ കേരള സമൂഹത്തിലെ 80% പേർക്ക് അവരുടെ കണക്കനുസരിച്ചാണ് 80% പേർക്കും ഹോസ്പിറ്റലിൽ പോകാതെ ഇത് ചികിത്സിക്കാതെ ഭേദമാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലുള്ള 80% പേർക്കും ഇത് ചികിത്സിക്കാതെ വന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള, അല്ലെങ്കിൽ ഇത് വരാൻ വേണ്ടിയുള്ള നടപടി എടുത്താൽ പോലെ. ഒരു പ്രാവശ്യം വന്നിട്ട് ഇപ്പോൾ വരുന്നതെല്ലാം മൈൽഡാണ്, സിവിയറായിട്ട് ആർക്കും വരുന്നില്ല. പക്ഷേ അന്യരോഗങ്ങളുള്ളവർക്ക് ഇത് വന്നു കഴിഞ്ഞാലും ഇത് വന്നാലും വന്നില്ലെങ്കിലും അവർ സഫർ ചെയ്തേ പറ്റൂ. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്ക് ഇത് വരികയാണെങ്കിൽ ഇത് വന്നതുപോലെ അങ്ങ് പോകും. പോയി കഴിഞ്ഞാൽ യു ഹാവ് സം സർട്ടൻ ഡിഗ്രി ഓഫ് ഇമ്മ്യൂണിറ്റി ആൻഡ് ഇറ്റ് ഈസ് ഇക്വലൻ്റ് ടു ദി ഇമ്മ്യൂണിറ്റി ഓഫ് ഈ നിങ്ങൾ തരുന്ന വാക്സിനേഷനൊക്കെയുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 15% കൂടുതൽ പേർക്ക് ചിലപ്പോൾ അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി ഉണ്ടായെന്നിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ഈ പ്രിവലൻസിൻ്റെ കണക്കെടുക്കുന്നതിന് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ? നിങ്ങൾ ഈ പറഞ്ഞില്ലേ, ആദ്യം നിങ്ങളുടെ ഈ 3 മുഖംമൂടി അഴിച്ചു മാറ്റുക. ദാറ്റ് ഈസ് ഫസ്റ്റ് ആൾട്ടർനേറ്റീവ്. പിന്നെ ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസർഗം ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന വിലക്ക് നീക്കുക. ദാറ്റ് ഈസ് സെക്കൻഡ് ആൾട്ടർനേറ്റീവ്. എന്നിട്ട് അവർ തൊഴിലെടുക്കുന്നിടത്തൊക്കെ സാധാരണ ആൾക്കാർ പോകുന്ന പോലെ വരികയും പോവുകയും ചെയ്യാൻ സമ്മതിക്കുക. പണ്ട് എങ്ങനെയാണോ, വാട്ട് ഈസ് ദി നോർമൽസി, റീസ്റ്റോർ ദി നോർമൽസി
അത് എക്സ്പെരിമെൻ്റലായിട്ട് നിങ്ങൾ ചെയ്ത് നോക്ക്. എക്സ്പെരിമെൻ്റലായിട്ട് നിങ്ങൾ ചെയ്ത്, നിങ്ങൾ കള്ളക്കണക്കുണ്ടാക്കാതെ, ഈ അവിദ്യ എന്ന് പറയുന്ന ആൻറ്റിജൻ ടെസ്റ്റ് കൊണ്ട് കള്ളക്കണക്കുണ്ടാക്കാതെ നിങ്ങൾക്ക് ഈ രോഗം അനുഭവപ്പെടുന്നവർ നിങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആ രോഗികളിൽ എത്ര ശതമാനം പേര് ഏത് രോഗം ബാധിച്ചവരാണ് എന്നുള്ളത് കണക്കാക്കുന്ന പഴയ ആശുപത്രികൾ പുനഃസ്ഥാപിക്കുക. ഈ കോവിഡ് സെൻറ്റേഴ്സ് നിങ്ങൾ ഡിസ്മാൻഡിൽ ചെയ്യുക. അതാണ് ഇതിനുള്ള ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. അല്ല വേറെ ആൾട്ടർനേറ്റീവ്സ് ഒന്നും ഇതിനകത്തില്ല. ഈ കാര്യങ്ങൾ ബുദ്ധിപൂർവം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അനന്തരഫലങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും പ്രയാസകരമായിരിക്കും. ഇത് മനുഷ്യൻ്റെ ജീവൻ കൊണ്ടുള്ള കളിയാണ് നിങ്ങൾ കളിക്കുന്നത്. നിങ്ങളിത് ദീർഘിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ ദീർഘകാലത്തേക്ക് നിങ്ങൾ മനുഷ്യനെ ഇത് പറഞ്ഞ് പീഡിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒന്നാമത് ഈ രോഗത്തെപ്പറ്റി നിങ്ങൾക്ക് യാതൊരു ധാരണയുമില്ലാതിരിക്കെ പറഞ്ഞില്ലേ, ഇപ്പോൾ മെഡിക്കൽ മിനിസ്റ്റർ ഇന്നലെ ഒന്ന് പറയൂ, ഇന്നും ഒന്ന് പറയുന്നു. ഇത് എവിടെയൊക്കെയാണ് വരുന്നത്? ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നിടത്ത് വരും, ഒറ്റയ്ക്ക് ഇരിക്കുന്നിടത്ത് വരും, വീട്ടിലിരിക്കുന്നിടത്ത് വരും, ഒരു മുറിയിലാ വരികയില്ല. അങ്ങനെയൊന്നും ആളുകൾ ഒരു മുറിയിലായിട്ടൊന്നും ഇരിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ പറ്റുകയില്ല. മനുഷ്യജന്മമാണിത്. 1.5 വർഷമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞില്ലേ, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ചിക്കൻ ബോക്സിൻ്റെ പീരീഡ് വരുമ്പോഴത്തേക്ക് ഒരു 2 ആഴ്ച കാലം ഒരാളിനെ നമ്മൾ ഒരു റൂമിൽ വെച്ച് സെർവ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു വലിയ ആവശ്യത സംഭവിച്ച ഒരു രോഗിയെ നമ്മൾ ചിലപ്പോൾ 1 വർഷത്തോളം നമ്മൾ ഒരു ആശുപത്രി സൂക്ഷിച്ചെന്നിരിക്കും. വെച്ചാൽ അയാളുടേതായിട്ടുള്ള ആവശ്യതകളുണ്ട്. ഇത് കയ്യും കാലുമൊക്കെ നന്നായിട്ട് അനങ്ങുന്ന ശരിയായിട്ടിരിക്കുന്ന ആൾക്കാർ അവരെല്ലാം കൂടെ അടച്ച വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ദി ഇനർഷ്യ ഇറ്റ് സെൽഫ് ഈസ് എ ഡിസീസ്. ആ ഇനർഷ്യയെക്കാളും വലിയ ഡിസീസ് വരാനില്ല. അത് കൊണ്ടുവരുന്ന ഡിസീസസ് എന്ന് പറയുന്ന ഇതിനേക്കാളും പലതരത്തിലുള്ള ഡിസീസസിനും അത് കാരണമായി തീരും. ആളുകൾ അങ്ങനെ ഇനർട്ടാക്കരുത്. അത് മറ്റൊരു ആൾട്ടർനേറ്റീവാണ്. നിങ്ങൾ ഈ വൈദ്യശാസ്ത്രമോ ഈ വിജ്ഞാനശാസ്ത്രമോ അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ചു നോക്ക്. അത് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഞാൻ എൻ്റെ വിദഗ്ധന്മാരുമായി ഒരു കോൺക്ലേവിലിരുന്നു കൊണ്ട് അവിടെ വെളുത്ത പുക വരുമോ കറുത്ത പുക വരുമോ എന്ന് പറഞ്ഞ ആളുകൾ ഓരോ കോൺക്ലേവ് കഴിയുമ്പോഴും ആകാംക്ഷാഭരിതരായിട്ട് നോക്കുകയാണ്. എപ്പോഴും കറുത്ത പുക തന്നെ വരുന്നു, കൂടുതൽ കറുത്ത പുക തന്നെ വരുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്ന എന്തോ വലിയ ഗഹനമായ സംഭവമാണ് എന്ന് നമ്മൾ വിചാരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും പറഞ്ഞില്ലേ പോപ്പിനെ കണ്ടെത്താൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്കൊരു പരിഹാരവും കണ്ടെത്താൻ പറ്റില്ല. 1.5 വർഷമായിട്ട് നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുന്നില്ല. നിങ്ങൾ ആരെയും സമ്പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഒരാൾക്ക് ഈ രോഗം വരില്ല എന്ന് പറയാൻ പറ്റില്ല. അതിനിടയ്ക്ക് വേറൊരുത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന കെടുതികൾ ഒരിക്കൽ ഇത് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സീറോ സർവേയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ പറയുന്നതാണ്, നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാകുമെന്ന് പറയുമ്പോൾ തന്നെ വേറൊരുത്ത ഇന്ന് എവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുമെന്ന. ഒരിക്കൽ ഈ കോവിഡ് വന്നു കഴിഞ്ഞാൽ, ഒരിക്കലും ഇത് ആർക്കും വരാത്തതുകൊണ്ട് പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇതൊക്കെ എന്ന് പറയുന്നത് ജനങ്ങളെ ഭയപ്പെടുത്താനും ആ ഭയാശങ്കകൾ മുതലെടുത്തുകൊണ്ട് കുറേ പേർക്ക് അവരുടെ മുകളിൽ കയറിയിരുന്ന് ഇങ്ങനെ താണ്ട ഈ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഉണ്ടല്ലോ, ടെൽ മീ ദി ആൾട്ടർനേറ്റീവ്സ് പറഞ്ഞിരുന്നത് ജനങ്ങളുടെ ജോലിയാണോ? ആരുടെ ജോലിയാണ് ആൾട്ടർനേറ്റീവ്സ് കണ്ടെത്തുക എന്നുള്ളത്? നിങ്ങൾ ഒരു നയം അഡോപ്റ്റ് ചെയ്ത് അത് ഫെയിലിയർ ആണ് എങ്കിൽ അതിന് ബദൽ കണ്ടെത്തണം എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അഡ്മിറ്റ് യു ഹാവ് ഫെയിൽഡ് മിസറബിളി. നിങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ള കാര്യം ആദ്യം സമ്മതിച്ചിട്ട് ജനങ്ങൾ പറയുന്നത് എന്ത് എന്ന് കാതോർക്കുക. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ആൾക്കാരിരുന്ന് ആ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഫിൽറ്റർ ചെയ്തെടുക്കുക, അതിൽ നിന്ന് അക്സെപ്റ്റബിളായിട്ടുള്ള കാര്യങ്ങൾ അംഗീകരിക്കുക. ഇതിൽ ഞാൻ ആദ്യമായിട്ടും രണ്ടാമതായിട്ടും പറയുന്നത്, മരണത്തിൻ്റെ കണക്കിൽ നിങ്ങൾ കള്ളം കാണിച്ചാൽ നിങ്ങൾക്കൊരിക്കലും ഇതിൻ്റെ മോർട്ടാലിറ്റി പവർ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുകയില്ല. അത് വളരെ സയൻറ്റിഫിക്കായിട്ടുള്ള റിയാലിറ്റിയാണ്. അതുകൊണ്ട് അണ്ടർലൈങ് ഡിസീസസ് എന്ന് WHO പറയുന്ന മരണകാരണം അത് ഒഴിവാക്കിയിട്ട് മരണകാരണ ബാഹ്യമായ അനുബന്ധ കാരണങ്ങൾ അതിൽ ഒന്ന് മാത്രമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ പ്രോബബിൾ ആൻഡ് സസ്പെക്റ്റഡ് എന്ന് പറയുന്ന ഇതിനെ നിങ്ങൾ മരണകാരണമായിട്ട് എഴുതുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ യഥാർത്ഥമായ മോർട്ടാലിറ്റി പവറിനെ നിങ്ങൾ മായം കലർത്തുകയാണ്. ഒരിക്കലും ഒരു രോഗത്തിൻ്റെ പ്രഹരശേഷി എന്ത് എന്ന് നിർണ്ണയിക്കാതെ അതിനെതിരെയുള്ള നടപടി നമുക്ക് സ്വീകരിക്കാനാവില്ല. അത് വളരെ പ്രധാനം.
എത്ര പേർ യഥാർത്ഥത്തിൽ ഈ രോഗം കൊണ്ട് മാത്രം മരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയണം. ഈ രോഗം കൊണ്ട് മാത്രം എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണം, അത് പറയാൻ കഴിയണം. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തത് നേരത്തെ പറഞ്ഞതുപോലെ അന്തവും കുന്തവും ഇല്ലാതെ കാണുന്നവരെയൊക്കെ പിടിച്ചങ്ങ് ടെസ്റ്റ് ചെയ്ത് കളയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്നവരെയൊക്കെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അനുവദിക്കും? വാട്ട് ഈസ് ദി അതോറിറ്റി? നിങ്ങൾ കുറേ ആശാ വർക്കേഴ്സിനെ കുറേ ഡോക്ടർമാർ പറഞ്ഞ് അയച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എവിടെ നിന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയമായ അധികാരം കിട്ടിയിരിക്കുന്നത്? അവർ കൊണ്ടുവരുന്ന ടെസ്റ്റ് എൻ്റെ മേൽ പരീക്ഷിക്കാനായിട്ട് ഞാൻ നിങ്ങൾ പറയുന്ന ടെസ്റ്റിന് വിധേയനായി തരണമെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വേദം, എൻ്റെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സ്വേദം എടുത്തുകൊണ്ട് പോയി നിങ്ങൾ എന്തെങ്കിലും അസംബന്ധം കാണിക്കുന്നതിന് ഞാൻ ഉത്തരവാദിത്വം പറയണം? എല്ലാവരുടെയും സ്വേദം കണ്ടാമിനേറ്റഡ് ആണ്. കണ്ടാമിനേഷൻ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള യാതൊരു ഏർപ്പാടും നിങ്ങളെ ഒരു ലാബിലും ഇല്ല. ആകെ 34 ലാബിൽ മാത്രമാണ് RT-PCR ചെയ്യാനായിട്ട് ICMR അനുവദിച്ചിരിക്കുന്നത്. മറ്റുള്ള ലാബിൽ ട്രൂ നാറ്റും CB നാറ്റും നിങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. ആകെ 48 ലാബ്. ആ 48 ലാബ് നിങ്ങൾ ഈ ദിവസം 2 ലക്ഷം ഈ റിസൾട്ട് ഉണ്ടാക്കുന്നിടത്ത് നടക്കില്ല. നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 19 ലക്ഷം വരെയൊക്കെ നിങ്ങൾ നടത്തിയിരിക്കുന്നത് ഏതിൻ്റെയാണ്? ആൻറ്റിജൻ ടെസ്റ്റാണ്. ആൻറ്റിജൻ അസേ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ക്ലിനിക്കൽ ടെസ്റ്റ്. അത് ക്ലിനിക്കലായിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ക്ലിനിക്കൽ വാലിഡിറ്റി ഇല്ല. അതുകൊണ്ട് ക്ലിനിക്കൽ വാലിഡിറ്റി ഇല്ലാത്ത ടെസ്റ്റുകൾ നിങ്ങൾ നടത്തിയാൽ തന്നെ അത് നിങ്ങൾ ഈ തരത്തിൽ ഒരു സർവൈലൻസിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ട്രേസിങ്ങിൻ്റെ ഭാഗമായിട്ട് അതിനെ മാറ്റി നിർത്തുക. മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെ നിങ്ങൾ രോഗം സ്ഥിരീകരിക്കാനായിട്ട് പരിഗണിക്കുക. ഈ നിങ്ങൾ മാറ്റി നിർത്തിയതിന് വീണ്ടും നിങ്ങൾ RT-PCR കിട്ടുന്ന മുറയ്ക്കനുസരിച്ച് പ്രയോറിറ്റി അനുസരിച്ച് വിധേയമാക്കിയിട്ട് അതിൽ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുമെങ്കിൽ RT-PCR കൂടെ തന്നെ കണ്ടെത്താൻ കഴിയണമെന്നില്ല. കണ്ടെത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. അല്ലാതെ എന്തെങ്കിലും അത്യന്ത ആസന്ന നിലയിൽ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അവർ ചികിത്സിക്കുക. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടെത്തുന്നതെല്ലാം അത്യന്ത ആസന്ന നിലയിൽ ആരും ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തന്നെ എന്താണ് ലോവർ ഓക്കുപ്പൻസി ഓഫ് ICU ഇന്നത്തെ റിപ്പോർട്ടാണ്. ദി ഓൺലി സൊളൈസ് ഫോർ ദി ഗവൺമെൻറ് ഈസ് ദി ലോവർ ഓക്കുപ്പൻസി ഓഫ് ICU ആൻഡ് വെന്റിലേറ്റർ. നിങ്ങളുടെ ഈ പറഞ്ഞ രോഗികളുടെ എണ്ണം ഇങ്ങനെ കുതിച്ചു ഉയരുമ്പോഴും ICUയിലും വെന്റിലേറ്ററിലും ലോവർ ഓക്കുപ്പൻസിയാണ് ഉള്ളത്. ICUയിൽ എന്ന് പറയുന്നത് ഭരണാധിപൻ അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടുത്തെ പലവിധ ആശുപത്രികളിലുമായിട്ട് ഈ തരത്തിൽ രോഗികളെ പരിചയമുള്ള ഒരാളെന്ന നിലയിൽ അവരുടെ ബെഡ് സൈഡിൽ ഇരുന്നിട്ടുള്ള ആളെന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുവിധം നിസ്സാരമായിട്ടുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാലും വന്ന പാടെ കാഷ്വാലിറ്റിയിൽ നിന്ന് ആളിനെ കൊണ്ട് ഒരു കംപ്ലയിൻറ്റ് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ കാഷ്വാലിറ്റിയിൽ എന്ന് വെച്ചാൽ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സൊന്നും കാണില്ല. അവിടെ നിന്ന് നേരെ ICUയിലോട്ടാണ് കയറ്റുന്നത്. അപ്പോൾ ICUയിൽ കയറ്റുമ്പോഴത്തേക്ക് അത്ര പ്രമാദമായ രോഗമൊന്നും ഉണ്ടാകണമെന്നൊന്നുമില്ല. ICU പോലും ഒഴിവായി കിടക്കുന്നതാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ കുറേ അധികം ICU ബെഡ് വർദ്ധിപ്പിച്ചു. എന്നുവെച്ചാൽ അതിൻ്റെ റേഷ്യോ അനുസരിച്ച് നിങ്ങൾ രോഗികളെ കൂടെ ഉൽപ്പാദിപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. അത് ബുദ്ധിമുട്ടാണ്. നിങ്ങളിപ്പോൾ അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കുറേ ഓക്സിജൻ സിലിണ്ടറും കുറേ ICU ബെഡും കുറേ വെന്റിലേറ്റേഴ്സും ഒക്കെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കൊച്ചുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 3ാം തരംഗം വരുമ്പോഴത്തേക്ക് കൊച്ചുങ്ങളെയൊക്കെ പിടികൂടി ഈ തരത്തിൽ പീഡിപ്പിക്കും. അത് കഷ്ടമാണ് മുഖ്യമന്ത്രി. അങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നത് വളരെ കഷ്ടമാണ്. നമ്മൾ മുതിർന്നവരെ നമ്മൾ വേദനിപ്പിക്കുന്നു, അല്ലെങ്കിൽ 10, 50, 60, 70 വയസ്സൊക്കെ ആയ വാർദ്ധക്യമായി ഇനി എൻ്റെ കാര്യം പോകും, ഞാൻ മരിച്ചാലും വേണ്ടില്ല എന്ന് കഴിയുന്നവരെ നിങ്ങൾ പീഡിപ്പിക്കുകയോ കൊല്ലുകയൊക്കെ ചെയ്യുന്നത് അത് പിന്നും നമുക്ക് സഹിക്കാം. പക്ഷെ കൊച്ചു കുട്ടികളോട് ഇങ്ങനെ ചെയ്യരുത്. ഇനി 3ാം തരംഗമൊന്നും പറഞ്ഞ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അതാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ വാക്സിനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളൊരു വിഭാഗം അവർ മാത്രമാണ്. 12 വയസ്സ് മുതൽ ഇങ്ങോട്ടുള്ള ആൾക്കാർ. അവരെ പിടികൂടാനായിട്ടാണ് 3ാം തരംഗം വരുന്നത്. ഇതൊക്കെ വളരെ പ്ലെയിനായിട്ട് ആൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഈ പറയുന്ന ഭരണാധിപന് മനസ്സിലായില്ലെങ്കിലും മെഡിക്കൽ മന്ത്രിക്ക് മനസ്സിലായില്ലെങ്കിലും സാധാരണ ബുദ്ധിയുള്ള ഒരു കൃഷിവലന് മനസ്സിലാകുന്ന കാര്യങ്ങൾ, നാട്ടുംപുറത്തുകാരനായ കൃഷിവലന് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അതായത് നിങ്ങൾ ഇതുവരെ ഏത് ഗ്രൂപ്പ് വരെ നിങ്ങളിത് കൊടുത്തിട്ടുണ്ട്, എവിടെയൊക്കെയാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത്, ഇനി ബാക്കി വരുന്ന ഈ വാക്സിൻ ആരുടെ തലയിലാണ് കയറ്റേണ്ടത്, അതിന് 12 വയസ്സിന് മുകളിലുള്ള വിദ്യാർത്ഥികളെ
അതിനെ ഇരകളാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മൂന്നാം തരംഗം വരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക സജ്ജീകരണങ്ങളുണ്ട്. നേരത്തെ ഓക്സിജൻ സജ്ജീകരണം ഉണ്ടാക്കി വെച്ചതുപോലെയും വെന്റിലേറ്റർ സജ്ജീകരണം ഉണ്ടാക്കി വെച്ചതുപോലെയും പുതിയ സജ്ജീകരണം ഉണ്ടാക്കി വയ്ക്കുക എന്ന് പറയുന്നത് ഇതൊന്നും ശരിയായ കാര്യങ്ങളല്ല. നിങ്ങൾ ആൾട്ടർനേറ്റീവ്സ് ചോദിക്കുന്നു. ആരോടാണ് നിങ്ങൾ ആൾട്ടർനേറ്റീവ്സ് ചോദിക്കുന്നത്? ഫസ്റ്റ് യു അഡ്മിറ്റ് ഓർ റിസൈൻ. നിങ്ങൾ ആൾട്ടർനേറ്റീവ്സ് ചോദിക്കാനായിട്ട് ഇത് നടത്താൻ ഉള്ളൊരു കർമ്മശേഷിയും സത്യസന്ധതയുള്ള ആരെങ്കിലും ഭരണം ഏൽപ്പിക്കാൻ പറ്റുമെന്ന് അതിനാരെങ്കിലും ഉണ്ടോ എന്നും പറഞ്ഞ് നിങ്ങളൊരു പരസ്യം കൊടുക്കും. എന്നെക്കൊണ്ടിത് പറ്റുന്നില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും ഈ സംസ്ഥാനത്ത് രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അവർ മുന്നോട്ട് വരണം. അല്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പ്രതിപക്ഷ നേതാവ് പറയുന്ന ഒരു കാര്യമെങ്കിലും ചെയ്യും. പ്രതിപക്ഷ നേതാവ് സാധാരണ രീതിയിൽ പറയുന്നൊരു കാര്യമല്ല. ഇതിപ്പോൾ ഇന്നലെ പറഞ്ഞിരിക്കുന്നു 100% RT-PCR ആകണമെന്ന്. അതെങ്കിലും നിങ്ങൾ ചെയ്യും. പ്രതിപക്ഷ നേതാവ് പറയുന്നതെങ്കിലും ചെയ്യും. അത്രയെങ്കിലും ചെയ്യും. നിങ്ങൾ ചോദിക്കുന്ന ആൾട്ടർനേറ്റീവിന് അർത്ഥം ഉണ്ടാകും. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 100% RT-PCR ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എത്ര രോഗികളുണ്ടെന്ന് നിർണ്ണയിച്ചിട്ട് ആ രോഗത്തിൻ്റെ ഗൗരവം അനുസരിച്ച് നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുന്ന രോഗികൾക്ക് ആർക്കും തന്നെ ICU ഇത് ആവശ്യമില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇവിടെ വായിച്ച് കേൾപ്പിച്ചതാണ്. ലോ ഓക്കുപ്പൻസി ഓഫ് ICU ആൻഡ് വെന്റിലേറ്റർ. ദാറ്റ് മീൻസ് ദർ ഇസ് നോ സിവിയർ ഡിസീസ്. ഗുരുതരമായ രോഗങ്ങളില്ല. അതുമല്ല നിങ്ങൾ പറയുന്നുണ്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സിവിയർ ആകുകയില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പരവേശം കാണിക്കുന്നത്? ആവശ്യമില്ലാതെ ആളുകളെല്ലാം പിടിച്ചു കൂട്ടിക്കൊണ്ട് ഓരോ സ്ഥലത്ത് കൊണ്ട് കെട്ടിയിടുന്നത്, വീടുകളിലൊക്കെ ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്, ആളെ ഭയപ്പെടുത്തുന്നത്. ഭയമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വ്യാധി എന്ന് പറയുന്നത്. അതിനേക്കാളും കടുത്തൊരു വ്യാധിയില്ല. അത് നമ്മളെ മാനസികമായും ശാരീരികമായും നമ്മളെ തകർക്കുന്നു, നമ്മുടെ ഭാവി ജീവിതത്തെ തകർക്കുന്നു, അത് നമ്മുടെ അസ്തിത്വത്തെ ഇല്ലായ്മ ചെയ്യുന്നു. ആ ഒരു ക്രൂര കൃത്യമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആളുകളെ വെല്ലുവിളിക്കുകയാണ്. ആർക്കെങ്കിലും ബദലുണ്ടോ? ഇല്ലാഞ്ഞിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത്? പറഞ്ഞില്ലേ, ഇതാണ് പറഞ്ഞത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വിദ്യയിലൂടെ സ്വാതന്ത്ര്യം, വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്നൊരു മനുഷ്യൻ പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവിദ്യയാണ് ഇവിടെ ഈ കോവിഡ് ട്രീറ്റ്മെൻറ്റിൽ നിങ്ങൾ കാണിക്കുന്നത് മുഴുവൻ അവിദ്യയാണ്. ആ അവിദ്യയുടെ അസ്വതന്ത്രതയ്ക്കാണ് നിങ്ങൾ ഈ 3 മാസ്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അൺഫ്രീഡം. 3 മാസ്ക് എന്ന് പറയുന്നത് സോഷ്യൽ ഡിസ്റ്റൻസ്. ആ അസ്വതന്ത്രതയ്ക്കാണ് അവിദ്യ എന്ന് പറയുന്നത്. ആ അവിദ്യയിൽ നിന്നാണ് ആ അസ്വതന്ത്രത ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ മാറണമെങ്കിൽ നിങ്ങൾക്ക് വിദ്യ ഉണ്ടാകണം. അതുകൊണ്ടാണ് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന് പറയുന്നത്. അതുകൊണ്ട് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകാൻ നമ്മുടെ ജനങ്ങളോട് പറയുക. ആ തരത്തിൽ വിദ്യ എന്താണെന്ന് അറിയില്ലെങ്കിൽ അതറിയാൻ ശ്രമിക്കുക.